രാജഗോപാലൻ സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥനാണ്, പലരുടെയും ഗുരുനാഥനാണ്. ആക്ച്വലി രാജഗോപാലൻ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർജൻ പാർ എക്സലൻസ്, എ ടീച്ചർ പാർ എക്സലൻസ്, എ ഹ്യൂമൻ ബീയിങ് പാർ എക്സലൻസ്, എ ഫ്രണ്ട് പാർ എക്സലൻസ്. ഇതാണ് ഇന്ന നക്ഷൽ രാജഗോപാലൻ സാറെ പറ്റിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത്. എൻ്റെ സാറായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1970 തൊട്ട് കാണും. 70-ലാണ് ഞാൻ 69-ലാണ് ഞാൻ ക്ലിനിക്കൽ സൈഡിൽ വരുന്നത്. 70 തൊട്ട് സാർ അപ്പോഴേക്കും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് MS ഒക്കെ കഴിഞ്ഞ് അവിടെ ജോയിൻ ചെയ്യണം. അല്ല, ആദ്യം തിരുവനന്തപുരത്തായിരുന്നു. അല്ല, ഞാൻ 1966 ഇവിടെ ജോയിൻ ചെയ്തു. 66 ജോയിൻ ചെയ്തു. 68 ബീച്ച് ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് സർജറി പോയി. 70 തിരിച്ചു വന്നു. ആ സമയത്താണ് നിങ്ങളെയൊക്കെ അവിടെ തിരിച്ചു. അന്നത്തെ കലണ്ടറിൽ സാറുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, എൻസൈംസ് അല്ലേ, ദ റോൾ ഓഫ് എൻസൈംസ് ഇൻ സർജറി, കോളേജ് കലണ്ടറിൽ, കോളേജ് മാഗസിനിൽ. അപ്പോൾ ആരുടെ പൈസ പാർട്ടിയിൽ നിന്ന് നോക്കുമ്പോൾ KP രാജഗോപാലൻ സാറ്. പിന്നെ ഇങ്ങനെ അറിഞ്ഞു വന്നപ്പോഴാണ് ഇവിടുത്തെ ഫസ്റ്റ് ബാച്ചിലത്തെ സ്റ്റുഡൻ്റാണ് രാജഗോപാലൻ സാർ. അപ്പോൾ തന്നെ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, കോളേജിൻ്റെ സ്റ്റാർട്ടിങ് ബാച്ചിലത്തെ അല്ലേ, അതൊന്ന്. പിന്നെ സർജൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും അന്നൊരു എന്താ പറയുക, ഒരു ഹയർ പെഡസ്റ്റലിൽ വെക്കുന്ന ഒരു ഡോക്ടറാണ് സർജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബേസിക്കലി നമ്മൾ കണ്ട് രാജഗോപാലൻ സാറുടെ ഒരു ഐഡലൈസ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു അന്ന്. ഈ ലുക്കൊന്നല്ല എന്നിട്ട് ഭയങ്കര ഹാൻസം ആയിരുന്നു. ഇപ്പോഴും ആണ്, അതെന്നല്ല പറയുന്നത്. അതാണ് ഞാൻ ഇന്ന നക്ഷൽ രാജഗോപാലൻ സാറെ പറ്റി പറയാനുള്ളത്. ബാക്കി ഓഫ് കോഴ്സ് സാറിൻ്റെ ഫാമിലി എല്ലാവരും ഞാൻ വളരെ വളരെ ക്ലോസ് ആണ്. പല കാര്യങ്ങൾ, തമാശകളുള്ള കാര്യങ്ങളും ഉണ്ട്, അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് വഴിയെ നോക്കാം. ഞാനിവിടെ ഇരിക്കുമ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് 3 ജനറേഷൻസ് ആണ്. സാറ് ഫസ്റ്റ് ബാച്ച്, രാജൻ സാർ 11th ബാച്ച്, ഞാൻ 29th ബാച്ച്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു 69 ജോയിൻ ചെയ്തു, 66. അപ്പം ഞാൻ ജനിച്ചിട്ടില്ല. 66-ലാണ് ഈ ഹോസ്പിറ്റൽ തുടങ്ങുന്നത് നമ്മുടെ. ആ സമയത്താണ് സാറ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ബാച്ച് MS അപ്ലൈ അല്ല, സാറ് MS ചെയ്തതല്ല 64 to 66. വർമ്മ സാറും സെയിം ബാച്ച്, ഒരേ ബാച്ച്. വർമ്മ സാറും KPR സാറും CKP മേനോൻ സാറും. നമുക്കൊന്ന് കുറച്ച് പിറകിലോട്ട് പോയാലേ, സാറിൻ്റെ സ്ഥലം, വീട്, അല്ലെങ്കിൽ കുട്ടിക്കാലം, വിദ്യാഭ്യാസം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സാറിൻ്റെ ഒന്ന് കേൾക്കാം. ഞാൻ ജനിച്ചത് മഞ്ചേരിയാണ്. പക്ഷേ എഡ്യൂക്കേഷൻ തുടങ്ങിയത് കാലിക്കറ്റിൽ വെച്ചിട്ടാണ്. അതുവരെ പ്രൈവറ്റായിട്ട് എൻ്റെ അച്ഛൻ ഫോറസ്റ്റ് സർവീസിലായിരുന്നു. ഹി റിട്ടയർഡ് ഇൻ 1946. ആ 46-ൽ റിട്ടയർ ചെയ്ത് വന്നിട്ട് ഹി ബിലോങ്സ് ടു മലപ്പുറം. അതായത് അവിടുത്തെ മലപ്പുറം മീമ്പാട്ട് ഫാമിലി എന്ന് പറയും. അവർ അതിലത്തെ കാരണവരായിരുന്നു. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിരുപമ റാവു ഒക്കെ അച്ഛൻ്റെ നീസാണ്. അപ്പോൾ ആ ഫാമിലിയിൽ അച്ഛൻ അവിടെ സെറ്റിൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞങ്ങളുടെ എഡ്യൂക്കേഷൻ മുഴുവൻ കാലിക്കറ്റിലേ നടക്കുകയുള്ളൂ. അന്ന് കോളേജില്ല. കോളേജ് ഇവിടെ ഗുരുവായൂരപ്പൻ കോളേജും ക്രിസ്ത്യൻ കോളേജുമാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ കോളേജിൽ ചേരണമെന്ന് വിചാരിച്ചിട്ട് ഈ ബോട്ട് എ ഹൗസ് ഇൻ പന്നിയങ്കര, VK കൃഷ്ണൻ റോഡിൽ. VK കൃഷ്ണൻ്റെ വീടിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ്, ഡയഗണലി ഓപ്പോസിറ്റായിട്ട് വരും ഒരു വീട് വാങ്ങി. അവിടെ നിന്നാണ് എൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ടഡ് ഇൻ ദി 4th സ്റ്റാൻഡേർഡ്. അറ്റ് ദാറ്റ് ടൈം I was 7 year old. അതുവരെയുള്ള എഡ്യൂക്കേഷൻ വീട്ടിൽ വെച്ചായിരുന്നു. അച്ഛൻ റിട്ടയർ ചെയ്ത് സുൽത്താൻസ് ബാറ്ററിയിൽ നിന്നാണ്. അപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ അവിടെ ഒരു അവിടുത്തെ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, അദ്ദേഹം വന്ന് എന്നെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ആൻഡ് എല്ലാ സബ്ജക്റ്റും അദ്ദേഹം അപ് ടു ഡേറ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ഇവിടെ ഗണപതി സ്കൂളിലാണ് അഡ്മിറ്റ് ചെയ്തത്. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു. എൻ്റെ 2 ബ്രദേഴ്സും, എൽഡർ ബ്രദേഴ്സ്, അവർ സാമരി കോളേജിൽ ഹൈസ്കൂളിലാണ് പഠിക്കാൻ തുടങ്ങിയത്. 10th ക്ലാസ് വരെ. അപ്പോൾ അവിടെ 10th ക്ലാസ് വരെ അവിടെ തന്നെ. ബിക്കോസ് അത് പിന്നെ ട്രാവലിംഗ് ഒന്നും ബിക്കോസ് ഇതൊന്നുമില്ല. എന്താണ്, ബസ്സും അങ്ങനത്തെ യാതൊരു ബസ്സിലും, റിക്ഷയും ചെടിക്കൊക്കെ തന്നെയുള്ളൂ.
അന്നത്തെ കാലത്തെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് സാധാരണ പുള്ളി റിക്ഷയുണ്ട്, റിക്ഷ പുള്ളേഴ്സ് ഉപയോഗിക്കുന്ന റിക്ഷ, അല്ലെങ്കിൽ ഹോഴ്സ്, ഓട്ടോറിക്ഷകളും അങ്ങനെ ഓട്ടോ മോട്ടറൈസ്ഡ് വെഹിക്കിളേ ഇല്ല. നമുക്ക് സ്വന്തമായിട്ട് കാർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്, അത്രയേ ഉള്ളൂ. റിക്ഷകൾ മാത്രം തന്നെ ഉള്ളൂ. അതെ, ശരിക്കും രാവിലെ എനിക്ക് സ്കൂൾ വാസ് വെരി നിയർ. അപ്പോൾ SLC വരെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബ്രദേഴ്സ് യൂസ് ടു ഗോ അപ് ടു സാമിൻസ് കോളേജ്. പന്നിയങ്കരിൽ നിന്ന് സാമിൻസ് കോളേജിലേക്ക് അബൌട്ട് ഒരു 3 കിലോമീറ്റേഴ്സ് നടന്നു പോകും. അവർ നടന്നു പോകും, അല്ലാതെ നിവൃത്തിയില്ല. ഞാൻ ഇൻ്റർമീഡിയറ്റ് ആയപ്പോൾ ഗുരുവായൂരപ്പൻ കോളേജ് ജോയിൻ ചെയ്തു. അന്നാണ് ആദ്യമായിട്ട് കൊക്കുന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്, കൊക്കുന്നിലേക്ക് മാറിയത് ഗുരുവായൂരപ്പൻ കോളേജ്. അപ്പോൾ കോളേജ് ബസ്സാണുള്ളത്, അതിൽ സീസൺ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ രാവിലെ 8 മണിക്ക് സാമരി കോളേജ് ഹൈസ്കൂളിലെത്തണം. അവിടെ നിന്ന് പോയി കോളേജിൽ വന്ന് വൈകുന്നേരം 5:15 ഞങ്ങളുടെ ട്രിപ്പ്. 5:15 വന്നിട്ട് അത് കോളേജ് വരെ, സാമരി ഹൈസ്കൂൾ വരെ വരും. അതാണ് റൂട്ടീൻ. പക്ഷേ ഞങ്ങളുടെ 4 പ്രാക്ടിക്കലില്ലേ നമുക്ക്, നാച്ചുറൽ സയൻസ് എടുത്തുകൊണ്ട്. അപ്പോൾ കെമിസ്ട്രി, ഫിസിക്സും ബയോളജി പ്രാക്ടിക്കൽസ് കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും ബസ് സ്ഥലം വിട്ട് വിടും. അപ്പോൾ തിരിച്ച് നടക്കണം. തിരിച്ച് നടക്കുന്ന ഏകദേശം 13 കിലോമീറ്റർ ഉണ്ടാവും. അത് ഷോർട്ട് കട്ടാണ്. അതായത് ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ കുന്ന് ഇറങ്ങി വയലിൽ കൂടെ ക്രോസ് ചെയ്ത് നേരെ തിരിച്ച് എത്ര മണിയാകുമ്പോൾ വീട്ടിലെത്തും? ഒരു 6:30. അന്ന് കുറേ കമ്പനി ഉണ്ടായിരുന്നു. ലേറ്റർ ഗ്ലാക്സോ, ഗോപിയൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 8-10 പേരുണ്ടാവും. അപ്പോൾ കൂടെ സംസാരിച്ച് നടന്നു പോകുന്ന സമയത്ത് ഫെറി അടക്കണം. മാങ്കാവിലെത്തി, അവിടുന്ന് ഫെറി കടന്ന് നേരെ തിരുവനന്തപുരം പോയി, തിരുവനന്തപുരം നിന്ന് പതിയങ്കര, അങ്ങനെ വീട്ടിലെത്തും. കല്ലായിപ്പുഴയുടെ മാങ്കാവുപുഴയുടെ ഫെറിയുണ്ട്. അന്നവിടെ പാലമില്ല, അപ്പോൾ ഫെറി കടന്നിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. അപ്പോൾ ദാറ്റ് വാസ് എ ടൈപ്പ് ഓഫ്. സാറ് ഡോക്ടർ ആവണം എന്നുള്ളത് അതിന് മുന്നേ തന്നെ തീരുമാനം? അത് 52-ൽ ആണ് നമ്മുടെ കസ്തൂർബ മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് അച്ഛന് ഡിസൈഡ് ചെയ്തു ദാറ്റ് ഐ ഷുഡ് ബിക്കം എ ഡോക്ടർ, ഈവൻ വിതൗട്ട് കൺസൾട്ടിങ് മീ ഫോർ ദാറ്റ് മാറ്റർ. അത് ഏത് പ്രായത്തിലാണ്? ഐ മസ്റ്റ് ഹാവ് ബീൻ ഇൻ ദി 52 എന്ന് പറയുന്ന സമയത്ത്, ദാറ്റ് മീൻസ് 55-ലാണ് ഞാൻ SLC പാസ്സാവുന്നത്. 52-ലെ തീരുമാനം. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഡിസൈഡ് ചെയ്തു ദാറ്റ് ഈ ഹാസ് ടു ബിക്കം എ ഡോക്ടർ എന്നുള്ളത്. എനിക്കും സയൻസ് ഇഷ്ടമായിരുന്നു, വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡൻറ്റ് ഏകനാഥ് ഉണ്ടായിരുന്നില്ലേ, ഏകനാഥിൻ്റെ അങ്കിൾ ഒരു ഭട്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു. ഹി വാസ് സച്ച് എ നൈസ് ടീച്ചർ. സൈക്കാട്രിസ്റ്റ് അല്ല, ഒരു കണ്ണൂരുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏകനാഥിൻ്റെ അമ്മാവനായിരുന്നു ഞങ്ങളുടെ സയൻസ് ടീച്ചർ. സച്ച് എ നൈസ്. എനിക്ക് എന്നും അറിയില്ല, സയൻസിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ ഐ യൂസ് ടു ഗെറ്റ് ഗുഡ് മാർക്സ് ഓൾസോ. അങ്ങനെ SLC കഴിഞ്ഞു, ഇൻ്റർമീഡിയറ്റിന് ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഹെഡ് മാസ്റ്റർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അദ്ദേഹം പേഴ്സണലായിട്ട് മാധവൻ നമ്പ്യാർ സാർ, അന്നത്തെ പ്രിൻസിപ്പൾ ഓഫ് ഗുരുവായൂരപ്പൻ കോളേജിൽ, പേരിട്ട് വിളിച്ച് പറഞ്ഞ് ഞാൻ അയക്കുന്നുണ്ട്, എൻ്റെ സ്റ്റുഡൻ്റാണ്, ഈ ഷുഡ് ബി ഗിവൺ എ സെലക്ഷൻ ഫോർ ദി സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അഡ്മിഷൻ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് അതെ, ജൂനിയർ ഇൻ്റർമീഡിയറ്റ്, സീനിയർ ഇൻ്റർമീഡിയറ്റ്, പ്രൊഫഷണൽ കോളേജ്. അപ്പോൾ ആ സമയം ഞങ്ങൾ പാസ്സായ സമയത്താണ് ഈ കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്, ആ ക്രിട്ടിക്കൽ ടൈം. അതോടുകൂടിയിട്ട് മദ്രാസ് സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് അത് മലബാർ സീറ്റ് അലോട്ട്മെൻറ്റ് സീറ്റ് ക്യാൻസൽ ചെയ്തു പോയി. ഇത് കഴിഞ്ഞാൽ നേരെ മദ്രാസിലേക്കാണ് പോകുക. അപ്പോൾ പക്ഷേ മദ്രാസിലെ സീറ്റ് കിട്ടുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് അന്നൊന്നും ഈ ഇൻഫ്ലുവൻസിൻ്റെ യാതൊരു പ്രശ്നമില്ല. യു ജസ്റ്റ് അപ്ലൈ ഇറ്റ്, ഇഫ് യു ഗെറ്റ് ഇറ്റ് യു ഗെറ്റ്, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ പോയി ആരെയും പിടിക്കുക അതൊന്നും ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. സോ നാച്ചുറലി അഡ്മിഷൻ കിട്ടുമെന്നറിയില്ല. ഐ ഹാഡ് ഡിസ്റ്റിങ്ഷൻ ഇൻ ഓൾ ദി സബ്ജക്ട്സ് ആൻഡ് നല്ല മാർക്കും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആ സെയിം ഇയറിലാണ് കസ്തൂർബ കോളേജിൽ എനിക്ക് സീറ്റ് അലോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഐ ജോയിൻ ദർ. അവിടെ ചെന്നു. അന്ന് MR Usman ഫൈനൽ ഇയർ സ്റ്റുഡൻസാണ്.
UG മേനോൻ, MRS മേനോനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടുന്ന് അന്ന് 3 ദിവസമാണ് ഇൻ്റർവ്യൂ. ആൻഡ് 3 ദിവസത്തെ അക്കോമഡേഷനൊക്കെ MRS മേൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, KGS മേനാണ് ഞങ്ങൾക്ക് അവിടെ അറേഞ്ച് ചെയ്ത് തന്നത്. സോ ദ സ്റ്റേ വാസ് ഗുഡ്. ബട്ട് ദ തിങ് ഈസ് 3 ദിവസം യു ആർ ടൈഡ് ഓഫ് ദ. രാവിലെ ഒരു ഇൻ്റർവ്യൂ, വൈകുന്നേരം ഒരു ഇൻ്റർവ്യൂ, അങ്ങനെ 6 ഇൻ്റർവ്യൂ. അവസാനത്തെ ഇൻ്റർവ്യൂ നമ്മുടെ റിട്ടൺ ഒന്നുമില്ല, ഓറൽ, വെറും ഓറൽ ടെസ്റ്റ്. ഈ 6 എന്ത് കാര്യങ്ങളാണ് അപ്പോൾ ചോദിക്കുന്നത്? വെറുതെ ഓരോന്ന് ചോദിക്കും, അത്ര തന്നെയുള്ളൂ. അതിൽ വേറെ കാര്യമായിട്ട് സബ്ജക്റ്റിനെ പറ്റി ഒന്നുമില്ല. നമ്മുടെ മാർക്ക് നോക്കും, എന്ത് ഓട്ടോമാറ്റിക്കലി എനിക്ക് രജിസ്റ്റർ ഇതല്ലേ, അഡ്മിഷൻ അഷ്യൂർഡ് ആണല്ലോ. ബിക്കോസ് ഐ ബുക്ക് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഇയർ. 57ലേക്ക് ബുക്ക് ചെയ്തതാണ്, അല്ല 55ലേക്ക് ബുക്ക് ചെയ്തതാണ്. ബുക്ക് ചെയ്ത് വെച്ചോണ്ട് കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. സോ എനിവേ, അപ്പോൾ നമ്മുടെ അപ്പോൾ കൃഷ്ണറാവു, മറ്റേ ഫിസിയോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു കൃഷ്ണറാവു. TMA പൈയുടെ ഇല്ല, രമേശ് പൈ ഉണ്ടായിരുന്നു. രമേശ് പൈ വാസ് ദ. ദെൻ നമ്മുടെ പത്തോളജി പ്രൊഫസർ ഉണ്ടായിരുന്നല്ലോ, വെരി ജോവിയൽ ക്യാരക്ടർ, മറ്റേ ഫിഷാജി സാറിൻ്റെയൊക്കെ കൊളീഗായിരുന്നു. അദ്ദേഹം കളിയാക്കാതിരിക്കുക. സോ ഇഫ് യു ഗെറ്റ് അഡ്മിഷൻ കാലിക്കറ്റ്, വാട്ട് വിൽ യു ഡു? ഐ സെഡ് I will have to ask my father, and most likely I may have to go back to Kerala. So you don't mind spending your father's money, isn't it? അങ്ങനെ കുറേ കളിയാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ ഇൻ്റർവ്യൂ വെൻറ്റ് ഓഫ് നൈസ്ലി. സോ ഐ ജോയിൻഡ്. ഒരു മാസം അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് MRS മേൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, why do you want to join? അവിടെ കോളേജ് തുടങ്ങുന്നുള്ള ഏകദേശം സർട്ടൺ ആയിട്ടുണ്ട്. യു ഡു വൺ തിങ്, ഒരു കൊല്ലത്തെ എക്സ്റ്റൻഷൻ വാങ്ങിക്കുക. അതായത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷനും ബുക്ക് ചെയ്തിട്ട് യു ഗെറ്റ് ദിസ് തിങ് ഫ്രം ഹിയർ. അവിടുന്ന് റിലീസ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. കാലിക്കറ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു, കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നു. ഇവിടെ സെപ്റ്റംബറിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് എൻഡിലായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പിഷാജി സാറൊക്കെയാണ്. പിഷാജി സാർ ഇൻഫാക്റ്റ് happened to be my grandfather's close friend. അവിടെ ഗ്രാൻഡ് ഫാദറുടെ വീട്ടിൽ ഈ കഥകളിയും കൃഷ്ണാട്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വലിയ, അപ്പോൾ എന്നോട് അവിടുത്തെ ഗ്രാൻഡ് ഫാദറുടെ റിലേഷൻസിന് എനിക്കൊന്നും അറിയില്ല. ബിക്കോസ് ഞാൻ നാട്ടിൽ ഉണ്ടായിട്ടേ ഇല്ല. വെക്കേഷന് വരുന്ന സമയത്ത് കുറച്ച് ആഴ്ചകൾ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. ബാക്കി മുഴുവൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി ചോദിച്ചിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ നെക്സ്റ്റ് ഡേ ഐ വെൻറ്റ് ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ഓൾ ദോസ് റിലേറ്റീവ്സ് ഓഫ് മൈൻ. Pichari sir was okay, you get admitted, there is no problem, you got the sufficient marks and all, you get admitted. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ആയിട്ട് കാലിക്കറ്റിൽ അഡ്മിഷൻ. ഡോക്ടർ ആവണമെന്ന് സാറൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഡെഫിനറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഐ ലൈക്ക് ദാറ്റ് സബ്ജക്ട്. അപ്പോൾ ഡോക്ടർ അല്ല, സമർവിത ഐ ലൈക്ക് ദാറ്റ് സബ്ജക്ട്. അപ്പോൾ എനിക്ക് സയൻസിനോട് കുറച്ചൊരു കൂടുതൽ ലൈക്കിംഗ് ഉള്ളതുകൊണ്ട് ഐ വാണ്ടഡ് ഇറ്റ്. പിന്നെ മെഡിസിന് കിട്ടണത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നൊന്നും നമുക്ക് ഈ സർജറി മെഡിസിനാണെന്ന് അറിയില്ല. അതിനിടയ്ക്ക് ഒന്ന് പറയാനുള്ളത്, ഞാൻ പോയി ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഏഷ്യൻ ഫ്ലൂ മാംഗ്ലൂർ. അപ്പോൾ ചെന്ന് മാംഗ്ലൂരിൽ ലാൻഡ് ചെയ്ത സമയത്ത് നോട്ട് എ സിംഗിൾ ഹോട്ടൽ, എല്ലാം ക്വാറന്റൈനാണ്. ആൻഡ് എൻ്റെ ബ്രദറിനുള്ള അവിടെ എയർഡ്രോമിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. He was an aerodrome officer. So he, through his influence of his friends, എനിക്ക് കേരള ഹൗസിൽ ഒരു കോട്ട് കിട്ടി. അവർക്കെല്ലാം കൊതുകലയൊക്കെ ഉണ്ട്, എനിക്ക് കൊതുകലയില്ല. പക്ഷേ ഐ ഹാഡ് ഒരു പുതപ്പ് മാത്രമേ ഉള്ളൂ. കൊതു കെട്ടിച്ച് അവസാനം ഇതും കിട്ടി, ഫ്ലൂവും കിട്ടി. തിരിച്ചു വരുമ്പോൾ നല്ല ഫ്ലൂ ആയിട്ടാണ് ഇവിടെ കാലിക്കറ്റിൽ വന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നല്ലോ, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്. അന്നത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ബീച്ച് ഹോസ്പിറ്റലായിരുന്നു. ബീച്ച് ഹോസ്പിറ്റലായിരുന്നു. അത് ഒരു ബ്ലോക്ക് മാത്രം. ആ മിഡിലൊരു ബ്ലോക്ക് ഉണ്ടല്ലോ, അതായത് പോയി കണ്ടിട്ടുണ്ട്, പോസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അതായത് സൈഡിലൊരു എൻട്രി ഉണ്ടായിരുന്നു. ഫ്രണ്ട് മറ്റേ ബീച്ച് ഫേസിങ് ഗേറ്റ്, ബാക്കിലൊരു ഗേറ്റ്. ഇതിന് രണ്ടിൻ്റെയും നടുവിലായിട്ട് ലെഫ്റ്റ് സൈഡിലൊരു ഗേറ്റ് ഉണ്ട്.
അപ്പോൾ ആ ഗേറ്റിലാണ് നമ്മുടെ കോളേജിലേക്കുള്ള എൻട്രി. അവിടെ ഒരു ഷെഡ്, ഒരു 5-6 കാറ് നിർത്താനുള്ള ഷെഡും, അത് കഴിഞ്ഞാൽ പിന്നെ ഫിസിയോളജി ബ്ലോക്കും അനാറ്റമി ഡിസെക്ഷൻ ഹാള്. ബീച്ച് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കാണുന്ന മുഴുവൻ ബ്ലോക്കും ആ സമയത്തുണ്ട്. ഉണ്ട്. ദാറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ 1952. ഇനോഗ്രേറ്റ് ചെയ്ത് ഓമന്തൂർ രാമസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു മദ്രാസിൽ. അദ്ദേഹമാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. APC ആണ് കൺസ്ട്രക്ഷൻ. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, അതിൽ ഒരു കൺസ്ട്രക്ഷൻ രണ്ടാമത് റിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ. ഈവൻ ദ ഫ്ലോറിംഗ് ഈസ് ഡൺ ഇൻ ദോസ് ഡേയ്സ്. അത്രയും നല്ല. ആൻഡ് ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ മദ്രാസ് മെഡിക്കൽ കോളേജിൻ്റെ പാറ്റേണിലാണ്. അത് സെൻട്രൽ കോറിഡോർ വിത്ത് വിങ്സ് ഓൺ ഐദർ സൈഡ്. സാറ് മണിപ്പാലിൽ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. മണിപ്പാലിൽ പോയി അഡ്മിഷൻ എടുത്തു. ഒരു മാസം അവിടെ ക്ലാസ്സിൽ ഇരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴാണ് നമുക്ക് കോഴിക്കോട് കിട്ടുന്നത്. കോഴിക്കോട് ആദ്യത്തെ ബാച്ച് എന്നുള്ള നിലയിൽ സാറ് വരുമ്പോഴുള്ള സാറിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പം, അല്ലെങ്കിൽ നാട്ടിലെ ആദ്യത്തെ കോളേജിൽ രണ്ടാമത്തെ കോളേജ്, പക്ഷേ ആദ്യത്തെ ബാച്ചിലെ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിനെ പറ്റി ഒന്ന് പറയാം. എക്സൈറ്റ്മെൻറ്റ് ഇല്ലയെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. കാരണം എൻ്റെ ഇൻ്റർമീഡിയറ്റ് ബാച്ചിലുള്ള 12 പേരുണ്ടായിരുന്നു അന്ന് അഡ്മിഷൻ കിട്ടിയ ബാച്ചിൽ. സോ വി ഹാഡ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ഈച്ച് അതർ. ക്ലാസ്മേറ്റ്സ് ഒക്കെ നമുക്ക് അറിയുന്നവരായിരുന്നു കുറേ. പിന്നെ ഉണ്ടായിരുന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കുട്ടികൾ, ലോയലെന്നും കച്ചേ പാസ് എന്നൊക്കെ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. ഒരു ബാച്ചിൽ എത്ര പേരായിരുന്നു അന്ന്? 50 പേര്, 50 സ്റ്റുഡൻസ് ആണ്. അതിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരാൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഈ ഡിൻ കണ്ടിന്യൂ. അപ്പോൾ ബാക്കി 49 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേറ്റവും പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനാറ്റമി പ്രൊഫസറെ പറ്റി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഹി വാസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ടീച്ചേഴ്സ് ഐ ഹാവ് എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. ഷാർപ്പ് 7:30 ഹി വിൽ ബി ഇൻ ദ ഡൈസെക്ഷൻ ഹാൾ. ഒരു സ്പെസിമെൻ അദ്ദേഹം ഡൈസെക്ട് ചെയ്യുന്നുണ്ടാവും. അത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതായത് തൊറാസിക് ഇൻലെറ്റ്, പെൽവിസ്, അങ്ങനത്തെയൊക്കെ. പ്രൊഫസറുടെ പേര് TV മാത്യു. പ്രൊഫസർ TV മാത്യു. ഹി വാസ് ഇൻ ട്രിവാൻഡ്രം. ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്. പിഷാരി സാറിൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് വിളിച്ചപ്പോൾ ഇവിടെ വന്ന് ചാർജ് എടുത്തു. കൂടെ ഒരു സർജൻ ഇൻ മേക്കിങ്ങിന് അനാറ്റമി ഭയങ്കര സബ്ജക്റ്റാവും. ഇല്ല, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ലവിങ് സബ്ജക്റ്റാവും. അനാറ്റമി ഉണ്ടെങ്കിൽ ആ ഒരു സർജൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ ഒരു ബിഗിനിങ് ആസ്പെക്ട് ആണ് എനിക്ക്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എ തറോ നോളജ് ഓഫ് അനാറ്റമി മേക്സ് എ ഗുഡ് സർജൻ. എ സർജൻ ക്യാൻ നെവർ ബിക്കം ഗുഡ് അൺലെസ് ഹി നോസ് ദി അനാറ്റമി. ബിക്കോസ് വെൻ ഹി പുട്ട്സ് എ നൈഫ് ഓൺ, യു ഷുഡ് നോ വാട്ട് ആർ ദ സ്ട്രക്ചേഴ്സ് അണ്ടർനീത്ത് ദാറ്റ്. അതായിരുന്നു ഡോക്ടർ ശിവരാജിൻ്റെ ഏറ്റവും വലിയ സക്സസ്. യു ഹേർഡ് അബൌട്ട് ഡോക്ടർ ശിവരാജ്? അദ്ദേഹത്തിന് ഒരു നൈഫും ഒരു ആർട്ടിഫോഴ്സും കൊടുത്താൽ ഹി വിൽ ഡു എനിത്തിങ്. കൂടുതൽ വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും വേണ്ട. ബിക്കോസ് ഹിസ് നോളജ് ഓഫ് അനാറ്റമി വാസ് സൂപ്പർബ്. ഹി ന്യൂ വാട്ട് ഈസ് ഗോയിങ് ടു കട്ട്. മറ്റേ സാധാരണ എന്താ ചെയ്യുന്ന സർജൻസ് കട്ട് ചെയ്യും, ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും, അപ്പം കയറി പിടിക്കും. ഇതല്ല. അന്നത്തെ സാറിൻ്റെ ബാച്ചിലത്തെ എത്ര പേര് ഇപ്പോൾ ഉണ്ട്? ഇപ്പോൾ ഒരു ഫസ്റ്റ് നമ്പർ പോയില്ലേ? അബ്ദുള്ള പോയി. എല്ലാ മീറ്റിംഗിനും വരുമായിരുന്നു, എല്ലാ അലുമിനി മീറ്റിംഗ്. രാമകൃഷ്ണൻ ഈസ് ദ. വേണുഗോപാൽ ഒഫ്താൽമോളജി, KB വേണുഗോപാൽ ഈസ് ദ. ദെൻ എൻ്റെ പാർട്ട്ണറായിരുന്ന ഡോക്ടർ രാധ, നമ്മുടെ സുധയുടെയൊക്കെ സിസ്റ്റർ. സുധ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവളുടെ എൽഡർ സിസ്റ്റർ ശ്രാമ്പിക്കൽ രാധ എന്ന് പറയും. അവരുടെ വീട് വടകരയായിരുന്നു. ഇപ്പോൾ കാഞ്ഞങ്ങാടാണ്. ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ ഒക്കെ ഇപ്പോൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടായിരുന്നു. ഈ 2 കൊല്ലം മുന്നേ, 4 കൊല്ലം കോവിഡിന് മുന്നേ വരെ ഉണ്ടായിരുന്നു. എത്ര പേരൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു? അന്നൊക്കെ ഒരു 18-20 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറേ ആൾക്കാർ പോയി, ഒരുപാട് പേര് പോയി. MBBSന്റെ കാലത്ത് ഇപ്പോൾ സാറ് ഫസ്റ്റ് ഇയറിനെ പറ്റി പറഞ്ഞു. തേർഡ് ഇയറിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് രാജഗോപാലൻ സാറിൻ്റെ യൂണിറ്റിൽ 3rd സെമസ്റ്ററിൽ 1987 വന്ന ആ ആഴ്ചയിൽ ഞാനൊരു സർജൻ ആവണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. സാറിനെ കണ്ടു, സാറ് ചെയ്യുന്ന ഇന്നും ഞാൻ ആലോചിക്കുക, തിയേറ്റർ 3 വെച്ചിട്ട് സാറ് തൈറോയ്ഡ് ചെയ്യുന്നതാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലൊരു സ്പാർക്ക് വന്നിട്ടുള്ളത് ഞാനൊരു സർജൻ ആവണം, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാനത് സർജറി ആയിരിക്കും ഞാൻ തീരുമാനിച്ചത്. സാറിന് സർജറി എടുക്കാനുണ്ടായിരുന്ന ഒരു
എനിക്ക് പറയാന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫസർ സർജറി ഡോക്ടർ ജേക്കബാണ് അതിന് കാരണക്കാരൻ. പ്രൊഫസർ ജേക്കബ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ അങ്കിൾ ടു മീ. അദ്ദേഹം ശരിക്കും പറയാന്നുണ്ടെങ്കിൽ പ്രൊഫസർ ജേക്കബ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ സർജറി മര്യാദയ്ക്ക് പഠിച്ചത്. അത് ലാസ്റ്റ് ഇയറിലാണ്. അതുവരെ പ്രൊഫസർ ഗോവിന്ദൻ ഉണ്ടായിരുന്നു. പുള്ളി ബേസിക്കലി ഹി വാസ് എ ഗൈനക്കോളജിസ്റ്റ്. ഹി വാസ് ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ ഗൈനക്കോളജി. അപ്പോൾ ഹിസ് നോളജ് ഇസ് വെരി സൂപ്പർഷ്യൽ. പറയാതിരിക്കാൻ നിർത്തിയില്ല. ഹി വാസ് നോട്ട് ഒരു എന്താ പറയുക ഒരു നല്ലൊരു സപ്പോസ് ടീച്ചർ എന്ന് പറയാൻ പറ്റുന്ന പറയാം ലിമിറ്റഡ് ബൈ ആക്സിഡന്റ് നോട്ട് ബൈ ഡിസൈൻ. അപ്പോൾ അദ്ദേഹത്തിന് ഹി വാസ് എ പ്രൊഫസർ എന്ന് തന്നെ പറയാമെന്നുള്ളൂ. ഹി വാസ് എ ഗുഡ് സർജൻ ഒക്കെ ശരിയാണ്. പക്ഷേ ഹിസ് മെയിൻ ഫ്ലെയർ വാസ് ഫോർ ഗൈനക്കോളജിക്കൽ പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ സാറ് ആരെ കണ്ടിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് സാറിൻ്റെ മനസ്സിലാ സർജറി ഒരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജേക്കബ് സാറാണ്. ഹി വാസ് ദ വൺ ഹു ആസ്ക്ഡ് മീ to become a surgeon and not go for anything else. Somehow I don't know how he knew my this thing desire or anything like that. And as far as surgery is concerned, അന്നത്തെ ഒരു ഇതെന്തായിരുന്നു ഉണ്ടെങ്കിൽ ഫിസിഷ്യൻസിൽ എൻ്റെ KPG ആയിരുന്നു ഞങ്ങളുടെ പ്രൊഫസർ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വിൻസെൻ്റ് ബേലി സാർ. സംഭവം നമുക്ക് അങ്ങനെ ഒരു എന്താ KPG വാസ് ഗുഡ്. ബട്ട് ദർ അഗെയിൻ ഹി വാസ് നോട്ട് ഒരു എന്താ പറയുക നമ്മളോട് വളരെ ക്ലോസ് ആയിട്ട് എല്ലാവർക്കും പറയുന്ന ഒരു കക്ഷിയല്ല. വളരെ ഫ്രണ്ട്ലിയാണ്, സ്നേഹമാണ്, എല്ലാമാണ്. അതായത് നമ്മുടെ വേണുഗോപാലിൻ്റെ അച്ഛൻ്റെ മംഗളാണ് KP വേണുഗോപാലിൻ്റെ KP ചിമ്മൽ. അപ്പോൾ അദ്ദേഹം ഈസ് എ ഗുഡ് ടീച്ചർ. അവസാനം വരെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും പിന്നെ വന്ന് വിൻസെൻ്റ് ബേലീസാണ്. വിത്ത് ഹും വി നെവർ ഹാഡ് എ ഗുഡ് റാപ്പോ. I know many teachers make their subjects miserable. Very frank. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതേമാതിരി നമ്മുടെ ചില ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് നമ്മളെ എനിക്ക് ഇൻഡ്യൂസ് ചെയ്യും. എനിക്ക് ആ സമയത്ത് ഒരു ചോദ്യം, ഇപ്പോൾ രാജഗോപാൽ സാറിൻ്റെ പറഞ്ഞു, രാജൻ സാറ് സർജറിയിൽ എടുക്കാനുണ്ടായിരുന്ന ആ ഒരു സ്പാർക്ക് എവിടെ നിന്ന് വന്നു? ഉള്ളിൽ നിന്ന് വന്നതാണോ വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്തോ? പണ്ടേ അനാറ്റമിയിൽ അത്രയും അനാറ്റമി ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ബോഡി ഡിസെക്റ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ മടിയുണ്ടാവും. ഞാനിങ്ങനെ നടന്ന് ഡിസെക്റ്റ് ചെയ്ത് ഈ ടീച്ചേഴ്സ് ഡെമോൺസ്ട്രേറ്റേഴ്സ് പറയുന്നതിന് മുമ്പ് സ്ട്രക്ചേഴ്സൊക്കെ എക്സ്പോസ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ എനിക്കങ്ങനെ കണ്ടിങ്ങാൻ വായിക്കുക, തറവാക്കുക. പിന്നെ ബോഡിയുടെ ക്രോസ് സെക്ഷൻ ഇന്നിപ്പോൾ നമുക്ക് CT സ്കാൻ ഉണ്ട്. എൻ്റെ മനസ്സിലുള്ള ആ പിക്ചർ ഞാൻ അവിടെ ഒരു പേപ്പറിൽ വരച്ചിട്ട് റൂം നമ്പർ 19 എൻ്റെ തുടക്കം ജീവിതം ചെയർ ബ്ലോക്ക് അതിലൊട്ടിക്കും. അങ്ങനെ ചുമര് നിറച്ച് ക്രോസ് സെക്ഷൻസ്, ചെസ്റ്റ് കോഡ്, അബ്ഡോമിനൽ കോഡ്. അതായത് അന്നത്തെ ഇമാജിനേഷനാണ് ആ റിലേഷൻസൊക്കെ. ഐ ലവ് ദറ്റ് സബ്ജക്ട്. അതും സാറ് പറഞ്ഞ മാതിരി സാറൊക്കെ മാത്യു സാറാണെങ്കിൽ നമുക്ക് മോണ്ടി എന്നാണ് നമ്മൾ വിളിക്കുക. മോണ്ടിയുടെ ആ ഒരു ഹൈപ്പും നട്ടപ്പും ഒക്കെ കാണുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരിക ഇവിടെ ഒരു ടീച്ചറാവണം. മനസ്സിലായില്ലേ? ആ വലിയ സ്റ്റാർച്ച് വൈറ്റ് ഓവർകോട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു ടീച്ചറാവണം. പിന്നെ തേർഡ് ഇയർ വന്ന് ഫസ്റ്റ് ക്ലാസ് തന്നെ വിജയ നായർ സാറാണ്. എൻ്റെ എൻട്രി ഇൻ ടു സർജിക്കൽ ആ കാലുവെപ്പ് വിജയ നായർ സാറിൻ്റെ OP-യിലാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നാക്കിൻ്റെ അടിയിൽ ഒരു റാനുലാണ് ഫസ്റ്റ് കേസ് ഞാൻ ജീവിതത്തിൽ കാണുന്നത്. അപ്പോൾ സാറ് ഇറ്റ് ഈസ് എൻ ഈസി ഡയഗ്നോസിസ് അല്ലേ. സാറ് ചോദിച്ചത് എന്തായിരിക്കാം സബ് ലിംഗ്വൽ സിസ്റ്റം എന്ന് പറയും. സാറ് ഒന്നില്ല. പക്ഷെ അന്ന് നമുക്ക് സർജറിയെ പറ്റി ഇൻട്രസ്റ്റ് ഉണ്ട്. സർജറി ചെയ്യുക പഠിക്കുക എന്നുള്ളത് എനിക്ക് പ്രീ-ഡിഗ്രി സമയത്തും അതായത് ഈ ഫ്രോഗിനെ ഡിസെക്റ്റ് ചെയ്യുക, കോക്രോച്ച് ഡിസെക്റ്റ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മെഡിസിനിൽ എനിക്ക് മറ്റേ പ്രൊഫസർ പരമേശ്വരൻ ഉണ്ടായിരുന്നു. അയാളുടെ ഓക്സിജൻസി കണ്ടിരുന്നു. ഹി വാസ് എ വെരി നൈസ് പേഴ്സൺ. പക്ഷേ ഒരു എന്താ പറയുക നമ്മൾക്ക് ഇൻറ്റിമസി തോന്നിയിട്ടുള്ളത് വളരെ അവസാന കാലത്ത് മാത്രമാണ് പരമേശ്വരൻ സാറിനായിട്ട്. അതുവരെ ഹി വാസ് കീപ്പിംഗ് അലൂർ. അന്ന് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയത് എഡിൻ റോസാണ്. എഡിൻ റോസ് ഹാപ്പൻ ടു ബി ദി അസിസ്റ്റൻറ്റ് പ്രൊഫസർ അണ്ടർ ഡോക്ടർ പരമേശ്വരൻ. അത് കഴിഞ്ഞ് ഫൈനൽ ഇയർ ആയപ്പോഴേക്കും NS വേണുഗോപാൽ, നമ്മുടെ ഡോക്ടർ സുഗതൻ, CBC വാര്യർ, അംബുജാക്ഷൻ, ഇവരെല്ലാം ഓക്സിജൻസായിട്ട് പോയി. വേറെ ആരും ഇല്ല കേട്ടോ. അന്ന് ഞങ്ങൾക്ക് അതുവരെ മാത്രമേ ഉള്ളൂ. ഈ സർജറിയോട് ഇൻട്രസ്റ്റ് കൂടാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തേർഡ് ഇയർ തൊട്ട് വി ഹാഡ് ടു അസിസ്റ്റ് കേസസ്.
കാരണം ആരും ഇല്ല. അതെ. അന്ന് ഡോക്ടർ ദാമോദരൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നില്ലേ, ഡോക്ടർ വിജയൻ്റെ വീട്ടിൻ്റെ അടുത്ത് തിരൂരൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ MC Damodaran. MC Damodaran was loaned from the general service to medical college. He was not interested he was not a tutor. Just like Dr. Gafoor. Gafoor also was like that. He was an assistant surgeon who became a tutor ഒരു ലോൺ ചെയ്ത മാതിരി വന്നതാണ്. അപ്പോൾ MC Damodaran സർജറിയിൽ ഇവിടെ ടീച്ചിങ് ലൈനിൽ നിൽക്കണമെന്ന് ഇൻട്രസ്റ്റ് ഇല്ല, ബട്ട് he happened to be there because he has to be somebody has to be there to assist the person. അങ്ങനെ അപ്പോൾ അന്ന് ഈ 2 പേര് മാത്രമാണ്, 2 തിയേറ്ററുണ്ട്, അസിസ്റ്റ് ചെയ്യാൻ ആളുണ്ടാവില്ല. സോ ഫ്രം ദ ലേറ്റ് 3rd year onwards he used to assist cases. അപ്പോൾ ഒരു കൂടുതൽ ഇൻട്രസ്റ്റ് വരും. ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനാറ്റമിയുടെയും സർജറിയുടെയും ബ്യൂട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വായിച്ച ആ സാധനം നമ്മളവിടെ കാണും, 2 നമ്മൾ ഡയഗ്നോസ് ചെയ്ത സാധനം നമ്മൾ തുറന്ന് അത് കണ്ട് അത് കറക്റ്റാന്ന് പറയുമ്പോഴുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ സംതിങ് അത് നമുക്ക് അന്നത്തെ കാലത്ത് മെഡിസിനിലൊന്നും കിട്ടില്ല. ഇന്നിപ്പോ നമുക്ക് ഇമേജിംഗ് ടെക്നിക് കൊണ്ട് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയെന്നല്ലോ, പക്ഷെ അന്ന് അതില്ല. ക്ലിനിക്കൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത സാധനം കാണുക, അത് കറക്റ്റാണ് ഓൺ ടേബിൾ പ്രൂവ് ചെയ്യണം, അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അനാറ്റമിയുടെ അതുമാതിരി തന്നെ വായിച്ച സാധനം അവിടെ കാണും. പിന്നെ വേറെ നമുക്ക് ഗസ് ചെയ്യില്ല. പിന്നെ ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സർജറിയിൽ നമുക്കൊരു ഡിസീസ് വന്നാൽ we can either remove it and cure the thing, whereas medicine it is mainly a sort of ഒരു പാച്ച് വർക്ക് മാതിരിയാണ്. നമ്മൾ തൽക്കാലം അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ചിലത് ഇൻഫെക്റ്റീവ് ലീഷൻസ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. വാട്ട് അബൌട്ട് ദി അതർ വൺ? ഒക്കെ നമുക്കൊരു ടെമ്പററി റെമഡി കൊടുക്കാനേ പറ്റുന്നുള്ളൂ. വേറെസ് സർജറിയിലാവുമ്പോൾ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റിയെങ്കിൽ പ്രോബ്ലി വി ക്യാൻ ഗീവ് ദം എ പെർമനൻറ്റ്. അതൊരു അന്നത്തെ കാലത്ത് തോന്നിയൊരു ചിന്താഗതിയാണ് അത്. സാറ് ലൈഫ് ട്യൂട്ടറായിട്ട് തുടങ്ങി, ട്യൂട്ടറായിട്ട് തുടങ്ങി, ഇവിടെ തന്നെ ട്യൂട്ടറായിട്ട്. ഇപ്പോൾ രാജൻ സാറ് പറഞ്ഞു, രാജഗോപാൽ സാറ് പറഞ്ഞു നമുക്കൊരു ടീച്ചേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത്. ഞാനും അത് തീർത്തും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എല്ലാ കുട്ടികളോടും നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, സർജറി എടുക്കുന്ന കുട്ടികളോട് ഞാൻ സാധാരണ നേരിട്ടൊറ്റ ചോദ്യം, നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് എന്തായിരുന്നു? ഇപ്പോൾ പല കുട്ടികളും സർജറി എന്ന് പറയും, പക്ഷേ കുറച്ച് കുട്ടികൾ സർജറി അല്ല, മെഡിസിൻ കിട്ടാത്തതുകൊണ്ട് സർജറി എടുത്തു. എൻ്റെ വേറൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഓർത്തോ കിട്ടാത്തതുകൊണ്ട് ഞാൻ സർജറി എടുത്തു. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിനടുത്തായതുകൊണ്ട് കോളേജ് കോഴിക്കോട് ആയതുകൊണ്ട് ഞാൻ സർജറി എടുത്തു. ഇപ്പോൾ രാജൻ സാറ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, ദി ഡിസിഷൻ ഫോർ ദി പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഇറ്റ് ഷുഡ് ബി ബൈ ചോയ്സ് അല്ലേ? ആ സെലക്ഷൻ എപ്പോഴും ചോയ്സ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നെവർ ബിക്കം ആൻ ആക്സിഡന്റ് എന്നും പറയുന്നത് ഡിസൈൻ ആയിരിക്കണം. അത് ഞാൻ പാസ്സായ സമയത്ത് എന്ത് വേണേ കിട്ടിയിരിക്കും, ഏത് സബ്ജക്റ്റ് വേണേ കിട്ടും. ആക്ച്വലി ഞാൻ MS എടുത്ത് വന്നപ്പോൾ സാറ് എൻ്റെ അടുത്ത് വാർഡ് 3-ൻ്റെയും 4-ൻ്റെ ഇടയിൽ പറഞ്ഞാണ്. ഞാൻ സാറേ ഞാൻ MS ചോദിക്കാം, എടാ നല്ല ടഫ് പണിയാണ് കേട്ടോ, നല്ല ഹാർഡ് വർക്കാണ്, മെഡിസിൻകാർക്ക് സുഖമാണ്, ചുമ്മാ ഇരുന്നിട്ട് ഒരു പേപ്പറിൽ മരുന്ന് എഴുതി കൊടുത്താൽ കാശാ കിട്ടി, നല്ല പണിയെടുക്കണം, നല്ല പണിയുള്ളൊരു കാര്യമാണ് സർജറി. ഫോർ ദാറ്റ് അത്രേ ഉള്ളൂ. നമ്മൾ വീണ് പോകുക. നല്ലൊരു പ്രൊഫസറുടെ കീഴിൽ നമുക്ക് വർക്ക്. ഇപ്പോൾ എനിക്ക് അസിസ്റ്റൻസി കിട്ടിയത് ജേക്കബ് സാറിൻ്റെ അടുത്താണ്. ജേക്കബ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്ന് ഡോക്ടർ BT നായരാണ്. ഈ 2 പേരെയും ഞാൻ എന്ന് വേണമെങ്കിൽ തൊഴിലായിരിക്കാൻ പറ്റില്ല. ബിക്കോസ് BT വാസ് ദി അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഹി വാസ് ഓൺ ഡ്യൂട്ടി. അപ്പോൾ ഞങ്ങൾ അസിസ്റ്റൻസ് അല്ലേ, അപ്പോൾ ത്രൂ ഔട്ട് കേസസ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാവും. ഇപ്പോൾ അന്നൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെക്കേഷൻസ് വരില്ല, അതായത് ഓണം വെക്കേഷൻ മറ്റ്, അതിനൊക്കെ ഞാൻ ലോക്കൽ ഫെലോ ആയതുകൊണ്ട് ഐ ഹാവ് ടു ബി ഹിയർ, ഐ കാൺ ക്രിയേറ്റ് ലീവ്. മനസ്സിലായി? അതേമാതിരി തന്നെ BT നായരും ഹി വിൽ നോട്ട് ഗോ എനിവർ, സോ ഹി വിൽ ബി ഹിയർ. അപ്പോൾ ഞങ്ങൾ 2 പേരും ആയിരിക്കും ഈ ഡ്യൂട്ടിക്ക് ഉണ്ടാവും. സി ദാറ്റ് technical expertise we learn from him is something stupendous. ഞാൻ ഇവരോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് BT നായർ സാറിനെ പറ്റിയിട്ട്. ചിത്രം വരയ്ക്കുന്ന ചിത്രം മാത്രമല്ല, ഓപ്പറേറ്റീവ് സർജറി പുസ്തകം ഞാൻ ഇപ്പോഴും അതൊരു ബൈബിളായിട്ട് കൊണ്ടാണ്. ഫാന്റാസ്റ്റിക് സർജറി. അത് അന്ന് UK നിന്ന് ഡയറക്റ്റായിട്ട് വന്ന കാലമാണ്. യു മസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇവിടെ വന്നിട്ട് കുറേയധികം അദ്ദേഹം മോഡിഫൈ ചെയ്ത് കാണും, ഗ്രാജുവേഷൻ നടന്നതാണ്. പക്ഷെ അന്ന് ഫ്രഷ് ഫ്രം ലണ്ടൻ ഇവിടെ വന്ന്
അതങ്ങനെ അതിൻ്റെ കൂടെ ഡോക്ടർ രാജനും ഉണ്ടായിരുന്നു, എൻ രാജൻ. ഇവർ രണ്ടുപേരും UK ബ്രദേഴ്സാണ് ഞങ്ങൾ വിളിച്ചത്. ഇവർ രണ്ടുപേരുമായിരുന്നു ഞങ്ങൾക്ക് മോൾഡ് ചെയ്യാനുണ്ടായിരുന്ന ആൾക്കാർ. സാറിപ്പോൾ ഈ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പം അന്ന് KP രാജഗോപാലൻ സാറിൻ്റെ റൂമിൻ്റെ പുറത്തുകൂടി നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്പൈനൊന്ന് വളഞ്ഞിങ്ങനെ പോകും, നേരെ നടക്കാൻ പേടിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് റൂം അല്ലെങ്കിൽ പ്രൊഫസേഴ്സിൻ്റെ റൂമിലൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ, നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ ഭയം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയില്ല. അന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഡാൻ സാറൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതനുസരിച്ച് ഞാൻ പറയാം, ഫിയർ അല്ല, റെസ്പെക്ട് ടു ദ ആ ഒരു അവരുടെ സീനിയോറിറ്റി, അവരുടെ ആ ഒരു ഓറ, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. MS പോയപ്പോൾ ഡോക്ടർ രാഘാചാര്യാണ്, അദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് ദൈവത്തെ കാണുന്ന വരികയാണ്. ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം വരുന്ന സമയത്ത് നമ്മൾ തനിയെ സീറ്റിൽ നിന്ന് എണീറ്റ് പോകും. അതൊരു എന്താ പറയുക, ദറ്റ്സ് എ റിഫ്ലക്സ് ആക്ച്വലി. ആ മനുഷ്യനോട് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റാണത്. പക്ഷേ സ്വന്തം മക്കളെക്കാട്ടിലും ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വത്തായിരുന്നു. അത് ഏകദേശം 80 വയസ്സ് വരെ ഏറ്റവും കൊണ്ടു നടന്നു. പല കുട്ടികളോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ PG എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ ഹൗസ് സയൻസ് ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് ചോദിക്കുകയാണെങ്കിൽ അവരൊരും ഡിസൈഡ് ചെയ്തിട്ടില്ല, 1-2 പോസ്റ്റിംഗ് കൂടി കഴിയട്ടെ, അതിന് ശേഷം തീരുമാനിക്കാം. ചില കുട്ടികളിപ്പോൾ പോസ്റ്റിംഗ് ഇപ്പോൾ മെഡിസിൻ കഴിഞ്ഞ് വന്നവർ അവർ പറയും എനിക്ക് മെഡിസിൻ തന്നെ വേണം. അപ്പോൾ ഞാനെപ്പോഴും അവരോട് സംസാരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് മാത്രമേ എടുക്കാവൂ. പക്ഷേ ചിലവരൊക്കെ സർജറി പോസ്റ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ പറയും എനിക്ക് വളരെ ഇഷ്ടമായി, ഞാൻ മെഡിസിൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, ഞാൻ ഡെഫിനറ്റ് ആയിട്ടും സർജറി എടുക്കും. അപ്പോൾ എനിക്കൊന്ന് ടീച്ചേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ഏറ്റവും വലിയ ഫാക്ടറാണത്. നമുക്ക് മനസ്സിന് തൃപ്തിയുള്ള ഒരാളുടെ കീഴിൽ എത്രയോ സ്റ്റുഡൻസ് being influenced by the teachers definitely. ഇപ്പോൾ പ്രിവെൻറ്റീവ് മെഡിസിൻ നമുക്കൊരു ഡ്രൈ സബ്ജക്റ്റായി തോന്നുന്നു അന്നത്തെ കാലത്തൊക്കെ. ഇപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന കാലത്തൊക്കെ ഡെഫിനറ്റായിട്ടും അതൊരു സബ്ജക്റ്റ് പോലും അവർ നിന്ന് പ്രാർത്ഥിച്ചിരുന്നതാണ്. പക്ഷേ അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് പഠിപ്പിക്കാനായിട്ട്. നേരെ മറിച്ച് നല്ലൊരു പ്രൊഫസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരും ആൾക്കാർ പോകും, നാച്ചുറലായിട്ടും പോകും. സാറിൻ്റെ MS കാലത്തിനെ പറ്റിയിട്ടൊന്ന് ഷോർട്ടായിട്ട് MS കാലത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വാസ് ദ ഫസ്റ്റ് കാൻഡിഡേറ്റ് ഫ്രം കാലിക്കറ്റ് ടു ഗോ to have the post graduate study in Trivandrum. ഞങ്ങളുടെ ബാച്ചിൽ ഒരു വലിയ ട്രാജഡി പറ്റിയത് എന്താ വെച്ചാൽ R. ശങ്കർ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഹൗസ് ഏജൻസി ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പാണ്, അൺപെയ്ഡ് ഇൻറ്റേൺഷിപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഹൗസ് ഏജൻസിയാണ്, പെയ്ഡ് ഹൗസ് ഏജൻസി, അതങ്ങ് ക്യാൻസൽ ചെയ്തു, സീയിങ് ദാറ്റ് അവർ സർവീസ് റിക്വയർഡ് ഇൻ ദി ആർമി. ആക്ച്വലി ആർമിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, കാരണം അവർക്ക് ആവശ്യമുള്ളവരെ കിട്ടിയിരുന്നു. 62 വാറിൽ ഉണ്ടായതാണത്. ഇത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ഏജൻസി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എക്സെപ്റ്റ് കേരള. കേരളയിലെ പ്രോസ്പെക്ടസിൽ മാത്രം എഴുതിയിട്ടുണ്ട് ദാറ്റ് 1 year സർവീസ് ദാറ്റ് യു പുട്ട് ഇൻ ആഫ്റ്റർ ദി ഇൻറ്റേൺഷിപ്പ് വിൽ ബി കൗണ്ടഡ് ആസ് ഹൗസ് ഇക്വലൻറ്റ് ടു ഹൗസ് ഏജൻസി. വേറൊരു യൂണിവേഴ്സിറ്റിയിലും അതില്ല. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റില്ല. ഇത് കറക്റ്റ് ചെയ്ത് വരാൻ ഇറ്റ് ടുക്ക് നിയർലി 2 years. അപ്പോഴാണ് ഡോക്ടർ രാജേന്ദ്രനൊക്കെ പാറ്റ്നയിലൊക്കെ അഡ്മിഷൻ കിട്ടിയത്. രാജൻ സാറിന്. മറ്റെല്ലാം ഞങ്ങൾ ഇവിടുന്ന് പോയ ആർക്കും പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയില്ല. ഐദർ യു ഹാവ് ടു ഗോ അബ്രോഡ്. അതെ, ഫസ്റ്റ് ബാച്ചാണ്, പക്ഷേ അഡീഷണലായി മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഒന്നുമില്ലെങ്കിൽ ഇവിടെ കേരളയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക, ഗോ ഔട്ട്സൈഡ്. അതിനൊരു ക്ലാസ് ഉണ്ട്. അതായത് ഇവിടെ വർക്ക് ചെയ്ത് ഞങ്ങളുടെ ഹൗസ് ഏജൻസി സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, യു ആർ ബൗണ്ട് ടു സെർവ് ദി ഗവൺമെൻറ് ഓഫ് കേരള ഫോർ 3 years. അൺലെസ് എക്സ്പ്രസ് സാങ്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഗവർണർ ഓഫ് കേരള യു കനോട്ട് വർക്ക് ഇൻ യു. ഇത് ഇന്നും വാലിഡാന്ന് തോന്നുന്നു അത് കണ്ടു കഴിഞ്ഞാൽ. MS തിരുവനന്തപുരത്തല്ലേ? MS തിരുവനന്തപുരത്തായിരുന്നു. ഏത് വർഷമായിരുന്നു അത്? 64 to 66. അന്നത്തെ ക്ലാസ്മേറ്റ്സിനെ പറ്റി? അന്ന് ക്ലാസ്മേറ്റ്സ് ഡോക്ടർ വർമ്മ, ഇവിടെയുള്ളത് ഇപ്പോൾ ഡോക്ടർ KK വർമ്മ, ദെൻ വേണുഗോപാൽ, യൂറോളജി ഉണ്ടായിരുന്ന വേണുഗോപാൽ, ഈ 2 പേർ. റോയ്ചാരി വാസ് ബൈ 1 year സീനിയർ.
Nandakumar was 1 year senior. Cardiology, cardiothoracic CP Nandakumar. CP Nandakumar. P Nandakumar തന്നെ പുറത്തുണ്ടായിരുന്നില്ല, ജനറൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നത്. ഹി വാസ് ഓൾസോ 1 year senior. ഞങ്ങളുടെ ബാച്ചിൽ പിന്നെ ഉള്ളത് ഇവിടെ ആരും വന്നിട്ടില്ല. അച്യുനായർ സാറൊക്കെ സാറുടെ വളരെ സീനിയറാണ്. അന്ന് എത്ര MS കാൻഡിഡേറ്റ്സ് ആയിരുന്നു? 8 കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ അതിൽ അത് ഇയർ 1964. 1970 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MS സ്റ്റാർട്ട് ചെയ്തത്. ഇത് കേരളയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ് വാസ് ഇൻ 62 or 60 ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഇതിൽ കാർത്തികേയൻ വാസ്തു ഡോക്ടർ മരിച്ചുപോയ കാർത്തികേയൻ സാർ ഉണ്ടായിരുന്നു. കാർത്തികേയൻ സാർ അല്ല, 2 കൊല്ലം സീനിയറാണ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ കാർത്തികേയൻ സാറ് സീനിയർ ബാച്ചാണ്, സീനിയർ മോസ്റ്റ് ബാച്ചാണ്. ഒരു ജെയിംസ് 1 year സീനിയർ. ജെയിംസും റോയ് ചാലിയും ഒക്കെ ഒരേ ബാച്ച് ട്രിവാൻഡ്രത്ത്. MBBS. റോയ് ചാലി ആക്ച്വലി ഞങ്ങളുടെയൊക്കെ ഏജ് വൈസ് സീനിയറാണ്. ബിക്കോസ് ഹീ സ്റ്റഡീഡ് ഇൻ സിലോൺ, ബർമേ സിലോൺ, അവിടെ എഴുതി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു കൊല്ലം പോയിട്ടുണ്ട്, ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം പിന്നെയാണ് ഇവിടെ കേരളയിൽ വന്നിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഏജ് വൈസ് ഈ മേ ബി സീനിയർ, ബട്ട് ഞങ്ങളുടെ 1 year സീനിയറായിരുന്നു. ബാക്കിയൊക്കെ MS കാലത്തിനെ പറ്റി എന്തെങ്കിലും നല്ല ഓർമ്മകൾ? ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദി ഡോക്ടർ മാണി നായർ. I can never forget him. He is no more. Pediatrician. We were roommates. We were. His mother was ഇവിടെയൊക്കെ DM ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, മിസ്സസ് കുരുവിള. I had gone to his house and was a very nice person, very sincere, very honest, gentleman to the point. He had first time itself ഒരു അഡ്രിനൽ എടുക്കേണ്ടി വന്നു, സെക്കൻഡറി അഡ്രിനൽ. അത് കഴിഞ്ഞ് അവസാനം വന്നപ്പോഴും മറ്റേ അഡ്രിനൽ. അപ്പോൾ പിന്നെ 2 bilateral അഡ്രിനൽ ചെയ്തു. He couldn't survive. His mother had carcinoma stomach, carcinoma colon, carcinoma uterus. ഇതൊക്കെ കഴിഞ്ഞ് she lived up to a ripe old age and died. MS കഴിഞ്ഞതിന് ശേഷം കാലിക്കറ്റിൽ ഇവിടെ വന്ന് I had the good fortune to join with Dr. Vijay Nair. രാജൻ സാറിൻ്റെയും അല്ലേ അടുത്ത ജനറേഷനാണ് അപ്പോൾ അല്ലേ, സീനിയർ മോസ്റ്റ് ജനറേഷൻ. സോ ഐ ജോയിൻ വിത്ത് ഡോക്ടർ വിജയ്. അത് കഴിഞ്ഞ് വിജയുടെ അസിസ്റ്റൻ്റായിട്ട് ഡോക്ടർ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഈ വെൻ ടു സിംഗപ്പൂർ ലേറ്റ്. അപ്പോൾ ഡോക്ടർ ഉണ്ണി ഉണ്ടായിരുന്നു. ദെൻ ഡോക്ടർ എൻ രാജൻ ഉണ്ടായിരുന്നു. ആസ് ട്യൂട്ടർ ഡോക്ടർ ലില്ലി, മരിച്ചുപോയ ഡോക്ടർ ലില്ലി ആൻഡ് മൈസെൽഫ് ആസ് ട്യൂട്ടേഴ്സ്. അന്ന് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ കേശവൻ നായർ റിട്ടയർ ചെയ്തു. There was a big void. He was very popular here. He had a good clientele at all. അപ്പോൾ ആ കേസസിനൊക്കെ അവകാശികൾ ആരാകുന്നുള്ളത് ഒരു വലിയ ഫൈറ്റായിരുന്നു. ബൽസലം വാസ് ദർ, മാത്യു ഫിലിപ്പ് വാസ് ദർ, മാത്യു വർഗീസ് വാസ് ദർ, ആൻഡ് ജേക്കബ് സാർ വാസ് ദർ. ജേക്കബ് സാർ സെക്കൻഡ് യൂണിറ്റാണ്. തേർഡ് യൂണിറ്റാണ് വിജയ് നായർ. അപ്പോൾ ഈ ഫൈറ്റിൻ്റെ ഇടയിൽ വളരെ ഒരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ കുറച്ചുണ്ടാവും. കാരണം ഈ സുപ്രീമസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് ഉണ്ണി സാറിനൊക്കെ ഒരു കേസ് ഈ അഡ്മിറ്റ് ഒരു ഫെബ്രുവരിയിലാണ് ഇത് അഡ്മിറ്റ് ചെയ്തത്. വിജയ് റൗണ്ട്സിന് വന്നപ്പോൾ ദിസ് ലേഡി വാസ് ഇൻ ദി C class വാർഡ് അവിടുത്തെ ബീച്ച് ഹോസ്പിറ്റൽ. സമ്മർലി ഹോസ്പിറ്റൽ ടു ബി ഡിസ്ചാർജ്. കാരണം ആ അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ആ ഒരു ഇതായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനത്തെ ആകുമ്പോൾ ദിവസവും ഒരുമാതിരി എന്താ പറയുക ടഫ് സിറ്റുവേഷനാണ്. ഒരു വിധത്തിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല അദ്ദേഹം. അപ്പോൾ എന്ന് പറയും ഡ്യൂട്ടി എടുക്കുന്ന സമയത്തൊക്കെ യു ക്യാൻ ഡു ദ തിങ് അല്ലേ, എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ, ഐ ക്യാൻ കം, നോ പ്രോബ്ലം എന്നൊക്കെ. പക്ഷെ ഒരു കാലത്തും വന്നിട്ടൊന്നുമില്ല. എൻ്റെ ഫസ്റ്റ് എമർജൻസി വാസ് എൻ എക്സ്ട്രാഡ്യൂറൽ ഹെമറേജ്. വിളിച്ച് പറഞ്ഞു എക്സ്ട്രാഡ്യൂറൽ ഹെമറേജ്, ഹൗ ഡിഡ് യു ഡയഗ്നോസ് ഇറ്റ്, what are the symptoms, why do you think that it is extradural, which side is the hemorrhage, how will you go for it, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അന്ന് ന്യൂറോ സർജൻ ഉണ്ടോ? ഇല്ല.
ന്യൂറോ സർജനിലെ ഓർത്തോ സർജനിലെ ഒരു ചൊക്കില്ല. All in all. Craniotomy to ingrowing toenail. 8 ഫുട്ടിന് വരെ ingrowing toenail ആണ്. And ഇത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് വിൽ ബി ഓൾ റൈറ്റ്. അത് കാണിച്ചു ഐ സി യു മെയ്ഡ് എ ഡയഗ്നോസ് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ്. ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ്? വാട്ട് മേഡ് യു തിങ്ക് ലൈക്ക്? അത് ഞാൻ അന്ന് ചോദിച്ചാൽ ഒക്കെ തന്നെ രണ്ടാമത് പിന്നെയും ചോദിക്കും. അപ്പോൾ നമുക്ക് തോന്നി ഇത് എന്തിനാ പിന്നെ ഇത് ചോദിക്കണമെന്ന് തോന്നിപ്പോവും. പക്ഷേ സമ്മർ അതർ ആയിട്ട് പുള്ളുണ്ട്. എല്ലാ ദിവസവും ലില്ലി ചേച്ചി മിക്കവാറും കരഞ്ഞുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ബിക്കോസ് ഈ ഇതേമാതിരി തന്നെ ആയിരിക്കും അങ്ങോട്ടും ചോദിക്കുന്നുണ്ടാവുക. ഷീ കുഡ് ടേക്ക് ഇറ്റ്. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. അന്നത്തേത് പറഞ്ഞ് കേൾക്കുമ്പോൾ ഇന്ന് എല്ലാവരും എന്താ പറയുക ടോട്ടലി അപ്രോച്ചബിൾ അല്ലെങ്കിൽ തോളിൽ കയറ്റി നടക്കുന്ന ഒരു അവസ്ഥയാണ്. അന്നൊന്നുമില്ല. യു കാൻ അപ്രോച്ച് ദം. ഇവരൊക്കെ ഹയർ പെഡസ്റ്റൽ. യു കാൻ റീച്ച് ദം. ഞാൻ ഈ ലൈക്ക് ഓൾ സിറ്റുവേഷൻസ് ഐ ഹാവ് സീൻ ഫേസ്ഡ്. അത് ഇവർ സഫർ ചെയ്യണ കണ്ടിട്ടുണ്ട്, ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂണിറ്റ് ചീഫ് ആയിരുന്നപ്പോൾ യു മസ്റ്റ് ഹാവ് സീൻ ഐ ഗിവ് ടോട്ടൽ ഫ്രീ ഹാൻഡ് റെസിസ്റ്റൻസ്. ഞാൻ പറഞ്ഞ ഈ അപ്പോയിൻമെൻറ്റ് ബുക്ക് എന്ന് പറഞ്ഞ സാധനം ഞാൻ കൈകൊണ്ട് തൊടില്ല. യു മസ്റ്റ് ഹാവ് എ സർട്ടൺ മെത്തേഡ് ടു റൺ ദ യൂണിറ്റ്. യു പീപ്പിൾ ക്യാരി ഓൺ. എനിക്ക് ആ പിള്ളേരെ വിട്ടു തന്നാൽ മതി, സ്റ്റുഡൻസിനെ വിട്ടു തരിക. ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഔട്ട്സൈഡ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ ഐ യൂസ് ടു അലോട്ട് ബെഡ്സ് ഫോർ ദം. ദേ ക്യാൻ form the treatment, I mean formulate the treatment, they can examine them, they can advise the investigations to be done, etc. Next day present ചെയ്യുന്ന സമയത്ത് they are asked to present these things. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു വേണ്ടാത്ത കുറേ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു. നിങ്ങളുടെ മെയിൻ കംപ്ലയിൻറ്റ് എന്താ? നിങ്ങൾ എപ്പോഴും മലമൂത്രം നോക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരെന്നാണ്. അത് വേണ്ട. പറഞ്ഞതെന്ന് വെച്ചാൽ ഇനീഷ്യൽ ഇയേഴ്സ് ആർ റിയലി ടഫ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്കൊരിക്കലും ഒരു ഫ്രീഡം വേറെ ഒന്നും എന്താണെന്നുണ്ടെങ്കിൽ ഹി വിൽ അസൈൻ സർട്ടൻ തിങ്സ് യുനോ. നമ്മൾ അതൊക്കെ ചെയ്ത് വൈകുന്നേരം ഒരു 5-6 മണിയാകുമ്പോഴേ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ, വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു കാലത്ത് വന്ന് 7:30 വീട്ടിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവർക്ക് അത് എന്തോ ഒന്ന് മിസ് ചെയ്ത് പോയല്ലോ എന്നൊക്കെ. അന്നായിരുന്നു ഞാൻ ഡോക്ടർ MK വിശ്വനാഥൻ്റെ വർത്ത് മനസ്സിലാക്കിയത്. ഹി വാസ് ദി ഓൺലി സർജൻ. ഓർത്തോപെഡിക്സ് പ്രൊഫസർ. ഹി വാസ് ദി ഓൺലി സർജൻ. ആൻഡ് നമ്മൾ മനസ്സിൽ കരുതുന്നതിന് മുമ്പേ അദ്ദേഹം ചെയ്തതാണ്. അത്രയ്ക്ക് റെസ്പെക്റ്റ് ആയിരുന്നു എനിക്ക്. വിശ്വനാഥൻ കഴിഞ്ഞാൽ പിന്നെയുള്ളത് സത്യേന്ദ്രയായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഹൗസ് സർജൻസ് ദാറ്റ് ഐ ഹാഡ്. ഇപ്പോൾ UK യിലുള്ള ആളാണ്. ഇവർ മരിച്ചു. സത്യേന്ദ്ര ഡൽഹി ബോംബെയിലായിരുന്നു. എന്നിട്ട് എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പോയി. അങ്ങനെ അവിടുത്തെ ബോംബെയിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. ഹി ഡൈഡ് ആക്ച്വലി. ഹി ഈസ് നോ മോർ. അതായത് പ്രൈവറ്റായിട്ട് കേരളയിൽ അപ്പിയർ ചെയ്തിട്ട് ഫസ്റ്റ് ചാൻസിൽ പാസ്സായ വിഷയം. പ്രൈവറ്റ് കാൻഡിഡേറ്റ് എക്സ്ട്രീഡിംഗ്ലി ഗുഡ് ബോയ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ എപ്പോഴും എ ക്ലാസ് എബവ് ആസ് ഫർ ഹൗസ് സർജൻസി ഈസ് കൺസേൺഡ്. അത് പറയാതിരിക്കാൻ നോക്കിയില്ല. അപ്പോൾ വിഷുവിനുണ്ടെങ്കിൽ അതാണ് ഒരു മനസ്സമാധാനം. നെക്സ്റ്റ് ഡേ ചെന്ന് രാവിലെ ചെന്ന് നോക്കും അത് ചെയ്തു പോയിട്ടുള്ളത്. ഇല്ല വെച്ചാൽ റൗണ്ട്സിന് എടുക്കുമ്പോഴേക്കും ഇത് കാണിച്ചു കൊടുക്കണം. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു അന്നൊക്കെ. അന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇല്ലല്ലോ. ഇല്ല, നോ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. നോ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. Nobody is workload is really tremendous. Really tough. ഇടയ്ക്ക് വരുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് സർവീസ് കാൻഡിഡേറ്റ്സ് വരും. 2 കൊല്ലം കഴിഞ്ഞാൽ അവർ പോകും. അതൊന്നും ഇല്ല. അന്നൊന്നും ഒരു ആകെ 3 യൂണിറ്റല്ലേ ഉള്ളൂ. സാറ് ഞങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് സർജൻ. ഫൈനസ് ഞാൻ പറഞ്ഞില്ലേ, സർജറി ഐ പേഴ്സണലി ബിലീവ് എ സർജൻ ഈസ് ബോൺ. Very difficult to make a surgeon out of it because you must have it in your mind, you must have it in your hand, and you must have it in that heart. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു റിസൾട്ട് കിട്ടും. അതാണ് ഒരു സർജൻ എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഞങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ഫൈനസ് ആണ്. അതിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് പഠിച്ചതാണോ ഇവിടെ വന്നിട്ട് വീട്ടിയും എല്ലാവരെയും കണ്ടിട്ട് അതാണോ വാട്ട് വാസ് യുവർ ഇൻഫ്ലുവൻസ്? ബിക്കോസ് വി ഓൾവേസ് യൂസ് ടു വാച്ച് യു ഡു സർജറി. പലതരം പഠിക്കാനുണ്ട്. ഇപ്പോൾ കാറ്റ്കട്ടൊക്കെ അന്ന് പറയും നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കും. നിങ്ങളൊക്കെ ചിലപ്പോൾ പ്രൈവറ്റിൽ പോകേണ്ടി വരും. ലാസ്റ്റ് 1 ഇഞ്ച് വരെ കാറ്റ്കട്ട് ഉപയോഗിക്കും. കാരണം കിട്ടില്ല. പേഷ്യൻ്റ് ഹാസ് ടു ബൈ. ഞങ്ങൾ ചില ഒരു കാലത്ത് പോയിഡോൺ അയഡിൻ
പ്ലാസ്റ്റർ ഇതെല്ലാം പേഷ്യൻ്റ് വാങ്ങിക്കേണ്ട സ്ഥിതി വെച്ചാൽ ഒരു റോള് കിട്ടും. അത് വെച്ച് എവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നു? പണ്ട് കോവിഡിന് വേണ്ടി ഇല്ല കേട്ടോ. പണ്ട് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ സാവ്ലോൺ, ടിങ്ചർ ആയിട്ട് ആൽക്കഹോൾ, 3 റബ്ബാണ്. രാജൻ സാർ ചോദിച്ച ചോദ്യം ബാക്കി കിടക്കുന്നു. ഫൈനസ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടിയത് പീഡിയാട്രിക് സർജറി. ഐ വാസ് ഫോർച്ചുനേറ്റ് ടു ഗോ ടു അപ്പുകുട്ടൻ സാറായിരുന്നു പീഡിയാട്രിക് സർജറിയിൽ ഡെപ്യൂട്ടി ചെയ്ത് പോകുന്നത്. കാരണം തളിയർ സാർ വാസ് ദി ഓൺലി പ്രൊഫസർ. ഹി വാസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ചാർജ് ഓഫ് ദി പീഡിയാട്രിക് സർജറി ഡിപ്പാർട്ട്മെന്റ്. ദർ വാസ് നോ അസിസ്റ്റന്റ്. സോ നമ്മൾ ഇവിടുന്ന് ലോൺ ചെയ്യും. അങ്ങനെ അപ്പുകുട്ടൻ 2 കൊല്ലം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹി വാണ്ടഡ് ടു കം ബാക്ക് ബിക്കോസ് ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ പ്ലാസ്റ്റിക് സർജറി. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഐ സെഡ് ഐ എം വില്ലിംഗ് ടു ഗോ. അങ്ങനെ I went there. 2 years I was in pediatric surgery under Beach Hospital. The day I joined pediatric surgery, it was a Friday. That was the day when pediatric surgery tutorship in the last day of the application. I couldn't get it. കാരണം ഇവിടുത്തെ പേപ്പറിലൊന്നും കാണില്ല. നമ്മുടെ കോളേജിൽ ഗസറ്റിൽ വന്ന് ആരും അറിയിക്കുകയില്ല. That was the last day. അത് ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ I could have just gone to Trivandrum, filled up the form and. പക്ഷെ ആ പറയുന്നതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാറിന് അതിൽ റിഗ്രറ്റ് എന്തെങ്കിലും തോന്നുന്നു? നന്നായിട്ട് റിഗ്രറ്റ് ഉണ്ട് എനിക്ക്. ഐ ലൈക്ക് ദാറ്റ് സബ്ജക്ട്. ഐ ലൈക്ക് ദ ചിൽഡ്രൻ. രാജൻ സാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. എനിക്ക് യൂറോളജി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, എനിക്ക് പീഡിയാട്രിക് സർജറി, എനിക്ക് തൊറാസിക് സർജറി എല്ലാം കിട്ടും. അതേ ചോദ്യം ഞാൻ രാജൻ സാറിനോട് ചോദിക്കാം. ജനറൽ സർജറിയിൽ നിന്നുകൊണ്ട് റിഗ്രറ്റ് സാറിന് വല്ലതും തോന്നി? റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല, അല്ല റിഗ്രറ്റ് തന്നെ പ്രൊഫഷണൽ വൈസ് റിഗ്രറ്റ്. യൂറോളജിയിലെ റോയ് ചാൾസ് സാറുടെ ഒരു പെറ്റായിരുന്നു. Because I have done everything open surgery in urology. ഈ പറഞ്ഞ മാതിരി അഡ്രലോട്ടമിയാറ്റിസ് വരെ ചെയ്തിട്ടുണ്ട് ഞാൻ. സാർ എനിക്കൊരു ഡേ തരും. 1 day is mine. സ്കോപ്പി ഡേ, OP ഡേ, OT ഡേ, അങ്ങനെയാണ് ഓൾട്ടർനേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ സാറ് വിചാരിച്ച് ഞാൻ എന്തായാലും യൂറോളജി എടുക്കും. PSC കോൾ ഫോർ ചെയ്തു. PSC കോൾ ഫോർ ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂവിന് ലേറ്റായി. കൊയിലോണിൽ ഡീറെയിൽ ചെയ്തു വണ്ടി. ഒരു ബസ്സൊക്കെ എടുത്ത് പോയി. ആലോചിച്ച് നോക്കുന്നത് ഞാൻ അവിടെ PSC ഓഫീസിൽ ചെല്ലുമ്പോൾ സാറൊക്കെ ഇറങ്ങി വരുന്നു. കഴിഞ്ഞിട്ട് ഡേവിഡ് ജോസഫ് സാറ് എവിടെയായിരുന്നു രാജാ ചോദിച്ചു. സാർ ഇങ്ങനെ പറ്റിപ്പോയി. കം മുകളിൽ പോയി ചുമ്മാ എന്തൊക്കെ ഫിറ്റ് ചെയ്തിട്ട് സാറ് പോകുന്നു. ഫസ്റ്റ് റാങ്ക് പോകുന്നു. തിരിച്ചു വന്ന് സാറ് തന്നെ അപ്പോയിൻമെന്റ് ഇവിടേക്ക് സംഘടിപ്പിച്ചു തന്നു. കൺഫ്യൂഷൻ. ജോയിൻ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതായി. ജനറൽ സർജറിക്കാർ ഇവരൊക്കെ കൂടി ബ്രെയിൻ വാഷ് ചെയ്യുന്നു. വിജയൻ നായർ സാർ അങ്ങേറ്റം. അന്ന് ഫ്രാൻസിസ് സാറുണ്ട്. ഫ്രാൻസിസ് സാറ് ആ റൂം കണ്ടോ? HOD റൂമാണ്. എന്ന് മാത്രമല്ല, നീ എന്തിനാണ് അവിടെ പോയിട്ട് എപ്പോഴും നീ മൂത്രം മണക്കുന്നത്? നിനക്ക് യു ഹാവ് ഗോട്ട് പഠിപ്പിക്കാൻ പിള്ളേരെ കിട്ടില്ല. നിനക്ക് അതാണ് ഏറ്റവും തെറ്റ് താല്പര്യം. പിന്നെ ചെയ്യാം. കേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അന്ന് ഈ പറഞ്ഞ മാതിരി എവറി കേസ് ഇറ്റ് യൂസ് ടു ഡു. സ്പെഷ്യാലിറ്റീസ് ഒന്നും അങ്ങനെ അങ്ങോട്ട് പ്രോപ്പർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി 1 day ഡിസൈഡ് ഭയങ്കര വിഷമിച്ചിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പോയിരുന്നു. സാറില്ല, യു സോർട്ട് ഔട്ട് ആൻഡ് ഷേപ്പ് യുവർ ലൈഫ് പറയില്ലേ. സാർ എപ്പോഴും പറയും. എനിക്ക് സാറ് മരിക്കണതിന് മുമ്പ് ഞാൻ സാറെ കാണാൻ പോയിരുന്നു. അടിനോ ഭാഷണ്ടായിരുന്നു. സാർ പറഞ്ഞു, ഇന്നും I regret that you did not join, but I'm sure you would not have regretted because you have come up in a big way in your life. You are much well known among students, which probably you would not have got when you were probably working in urology. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. രാജൻ 2 കാര്യം മാത്രം ചെയ്യുക. He knows that I got a lot of urinary stones. Drink plenty of water and take B6. മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു. He never talked about his disease one bit. Big man, great man. ഭയങ്കര ഫ്രീ ഹാൻഡ് തരും. ഈ അസുഖം വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ എനിക്കിവിടെ ഇടയ്ക്ക് അത് വെജിറ്റബിൾസ് ആയിട്ട് വരും. ഇവിടെ വന്ന് കണ്ട് ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നത് കണ്ടുപോകാൻ വഴുതനങ്ങയൊക്കെ പറിച്ച് വരും. ഞാൻ സാർ ഈ പറഞ്ഞതുപോലെ ഇപ്പം രാജഗോപാൽ സാറിൻ്റെ അതിൽ ടീച്ചർ ആവണം എന്നുള്ളൊരു മോഹം അത് നേരത്തെ ഉണ്ടായിരുന്നു. എൻ്റെ ജേക്കബ് സാർ വരുന്നിട്ടുള്ള ഒരു അഡ്വൈസ് എന്തായിരുന്നുണ്ടെങ്കിൽ, സി യു ഷുഡ് നെവർ ലീവ് ദ ടീച്ചിങ് പ്രൊഫഷൻ. യു ആർ നോട്ട് ഫിറ്റ് ഫോർ എ
ജനറൽ സർജറിയോ ജനറൽ സർജറിയോ അല്ലെങ്കിൽ ആവാൻ പറ്റില്ല. യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ്. ഐ ഡോണ്ട് നോ ഹൗ ഹി തോട്ട് അബൌട്ട് ഇറ്റ്. യു ഷുഡ് സ്റ്റിക്ക് ടു ടീച്ചിങ് ലൈൻ ആൻഡ് stick to surgery also. He gave me a letter to Professor Raghachari when I got the admission in this thing. I mean, just introducing that he is my student here. Raghav സാറിൻ്റെ പെറ്റ് സ്റ്റുഡൻ്റാണ് ഡോക്ടർ ജേക്കബ്. അത്രയും ഇൻട്രസ്റ്റഡ് ആയിരുന്നു. സോ ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് ഓഫ് എ പ്രോബ്ലം ഇൻ ട്രിവാൻഡ്രം. ഓഫ് കോഴ്സ് നമ്മളൊരു ഔട്ട്സൈഡർമാരി തോന്നും ആദ്യം ചെല്ലുമ്പോൾ, ബിക്കോസ് നമ്മൾ യു ആർ എ നോൺ എൻറ്റിറ്റി ആൻഡ് ഗോയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ദേ ആർ നോട്ട് യൂസ്ഡ് ടു. അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ട്രിവാൻഡ്രം സ്റ്റുഡൻസ് ആണ്. ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ ഇതുള്ള, വേറെ ആരുമില്ല പുറത്തുനിന്ന് വന്നവർ. ആൻഡ് പക്ഷേ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിൽ the most important thing was I was put in charge of this journal club. ഇങ്ങനത്തെ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ, ഈ ക്ലിനിക്കൽ ക്ലബ്ബ്, സാറ്റർഡേ ക്ലബ്ബ്, വെനസ്ഡേ ക്ലബ്ബുണ്ട്. ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് സമയത്ത് രാഘവചാരി ഗേവ് മീ ദിസ് തിങ് ആൻഡ് ഐ യൂസ് ടു കണ്ടക്ട് ഇറ്റ് ഫോർ 2 years കണ്ടിന്യൂസ് ആയിട്ട്. സോ ഹി യൂസ് ടു ലൈക്ക് ഇറ്റ്. ആൻഡ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്തത് CPC ആയിരുന്നു. CPC എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ തപ്പിയെടുത്ത് ഇൻട്രസ്റ്റിംഗ് കേസ് ഉണ്ടാക്കി അതിൽ ആ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ മാത്രം സെപ്പറേറ്റ് ചെയ്ത് അതിൽ ചെറിയ ഒമിഷൻസ് എന്തെങ്കിലും വരുത്തി അത് കൊടുക്കും. പ്രൊഫസർ ഇത് വായിക്കും, ഈസ് അപ്രൂവ്സ് ഇറ്റ് ആൻഡ് ഗീവ്സ് ഇറ്റ് ടു കാൻഡിഡേറ്റ്സ്. 8 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആൻഡ് ദേ പ്രസൻറ്റ് ദ കേസ് ആൻഡ് കം ടു ദ കൺക്ലൂഷൻ, ഡയഗ്നോസിസ്. അങ്ങനെ വരുമ്പോൾ അവസാനം പ്രൊഫസറുടെ ഒരു സ്വന്തം ഇംപ്രഷൻ ഉണ്ട്. There he will say whether what his impression about it. He will pinpoint where the omissions have been made. മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ട് ഇത് ഷുഡ് ഹാവ് ബീൻ ലൈക്ക് ദിസ്, അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദ ഡയഗ്നോസിസ് ഷുഡ് ഹാവ് ബീൻ സെൻസിറ്റീവ്. യു യൂസ് ടു ലൈക്ക് ഇറ്റ് വെരി മച്ച്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ വലിയ കാര്യമായിരുന്നു. ആൻഡ് വൺ തിങ് ഐ ക്യാൻ ടെൽ യു ഇസ് ദാറ്റ് ഐ സ്റ്റിൽ ഫോളോ ഹിസ് മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ഒരു ആൾജിബ്രിക് സം ഇതാകുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് യു ആർ സപ്പോസ് ടു ടേക്ക് എ ഹിസ്റ്ററി ദാറ്റ് ഈസ് ഗിവൺ ബൈ എ ലേമാൻ. ക്ലിനിക്കലായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത ആളാണത്. സോ ദാറ്റ് ഈസ് കെപ്റ്റ് അപ്പാർട്ട്. ആൻഡ് ദെൻ യു ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗെറ്റ് സം ദിസ് തിങ്. അത് കഴിഞ്ഞ് യു ആർ എക്സാമിനിങ്. ആ ഫൈൻഡിങ്സ് ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ്. So never mix these two. Never sacrifice your finding for the sake of what the patient has said. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൽ പോയിൻറ്റ്സ് ഇൻ ഫേവർ, പോയിൻറ്റ്സ് എഗെയിൻസ്റ്റ് വെച്ച് ടാലി ചെയ്ത് നമ്മളൊരു പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പോയിൻറ്റ്സ് ഉള്ളത് ഫസ്റ്റ് പ്രിഫർ. ഇഫ് ദ എവറിഥിങ് ടാലീസ് വിത്ത് യുവർ കറക്റ്റ് ഡയഗ്നോസിസ്, ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദി ഡയഗ്നോസിസ്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ തിങ്, ദെൻ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് go. This method, even now in our personal examination, അതെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നു. ഐ യൂസ് ടു ഫോളോ ദിസ് തിങ്. അപ്പം രണ്ട് സാറന്മാരുടെയും ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ഡോക്ടർ ആവണം, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, ഐ വാണ്ട് ടു ബിക്കം എ ടീച്ചർ, ഐ വാണ്ട് ടു ബിക്കം എ സർജൻ. ആ ഒരു സെയിം കാര്യം രണ്ടുപേരിലും ഞാനതിൽ കാണുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസും ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസും സാർ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ റൗണ്ട്സ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികൾ പേഷ്യൻറ്റ് കെയിം വിത്ത് അബ്ഡോമിനൽ പെയിൻ, അൾട്രാസൗണ്ട് ഷോഡ്. അപ്പോൾ ഞാൻ യു സിറ്റ് വിത്ത് ദ പേഷ്യൻറ്റ്, spend some time, evaluate the history, then most of the abdominal pain can be diagnosed. ഇതിന് പകരം നമ്മളിപ്പോൾ പറയാം ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഹാൻഡാണ് അൾട്രാസൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ക്ലിനിക്കൽ എക്സാമിനേഷൻ മുഴുവനും മറന്നുകൊണ്ട് ഇന്നത്തെ ജനറേഷനിൽ, എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നതാണ്. ഇപ്പം ഒരു സ്റ്റെതസ്കോപ്പ് ആണെങ്കിൽ പണ്ടത്തെ സ്റ്റെതസ്കോപ്പിൽ നമ്മൾ പൾമണറി ഏരിയയിൽ ഇന്നത് കേട്ടു, മൈറ്റൽ ഏരിയയിൽ ഇന്നത് കേട്ടു എന്ന് പറയുന്നതിന് പകരം ഇപ്പം AI സ്റ്റെതസ്കോപ്പ് ഇറങ്ങി. അതവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കറക്റ്റായിട്ട് ECG വേവ് കാണാം, അതിൽ മർമർ എന്നതാണെന്ന് പറയാം, ഡയഗ്നോസ് അടക്കം വരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എക്സ്റേസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വന്നു, പിന്നെ സ്റ്റെതസ്കോപ്പായി, ECG മെഷീൻസായി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സാറിന് ഇന്നത്തെ ജനറേഷനോട് പറയാനുള്ളത് എന്താണ്? That is something which is to be, done in every case, because
the intimacy which you create with the patient depends upon the time you spend with the patient. അപ്പോൾ അതൊരു എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രോപ്പർ യു മസ്റ്റ് ഹാവ് ദ പേഷ്യൻസ് ടു ഹിയർ വാട്ട് ദ പേഷ്യൻസ് ഈസ്. ഇപ്പോൾ പലതും കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് വന്ന് ഇതോടെ വേദനയുണ്ടെന്ന് പറയുമ്പോഴേക്കും യു ഡിസ്പോസിങ് ഓൺ വിത്ത് സം ഇൻവെസ്റ്റിഗേഷൻസ്, യു കം ബാക്ക് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ. സോ അവിടെ ഒരു ഹ്യൂമൻ ടച്ച് വിട്ടുപോകുന്നുണ്ട്. എഐന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ there is no Human there touch is no അല്ല. humanness. Correct. It is totally a mechanical event which has been fed into it and it gives you back the results. അത്രേ ഉള്ളൂ. പിന്നെ an AI just cannot show empathy nor compassion towards your patient. I think ഒരു കംപ്ലീറ്റ് ഒരു മെഡിക്കൽ പേഴ്സൺ ആവണമെങ്കിൽ അപ്പാർട്ട് ഫ്രം യുവർ നോളജ്, അപ്പാർട്ട് ഫ്രം യുവർ കമ്മിറ്റ്മെൻറ്റ് എക്സെട്ര, two things I always tell students is that you must have compassion and empathy. അതിപ്പോൾ പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ മാതിരി ദയയും കാരുണ്യവും രണ്ടും രണ്ടാണ്. മനസ്സിലായില്ലേ? If you really know, can appreciate the difficulty and pain of a patient, that is what you really call empathy. ഞാൻ പറഞ്ഞില്ല, ഒരു ഫൈനൽ ഒരു തേർഡ് ഇയർ കുട്ടിയുടെ അടുത്ത് എല്ലാവരും പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് കേസ് എന്ന് പറഞ്ഞ് ഓടിപ്പോൾ. അപ്പോൾ ഞാനൊരു കുട്ടിയെ വിളിച്ച് ചോദിച്ചു, ആ പേഷ്യൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന വിഷമം നിങ്ങൾ ആരെങ്കിലും കണ്ടുപോയി ചോദിച്ചു. മൾട്ടിപ്പിൾ ന്യൂറോ ഫൈബ്രോമ ഒരെണ്ണം സാർക്കോമയായിട്ട് ഫംഗേറ്റിംഗ് ആണ്, സ്റ്റിങ്കിങ്. അങ്ങനത്തെ ആ മനുഷ്യൻ്റെ വിഷമം ആരുടെങ്കിലും മനസ്സിൽ കൂടെ പോയത്. അപ്പോൾ ആർക്കും പോയിട്ടില്ല. അതിലൊരു കുട്ടി മാത്രം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൽ വന്ന് പറഞ്ഞു, സാറേ ഐ ആം വെരി സോറി. That girl finally, after MBBS and all, she belongs to the 47th batch. I'm not exposing her name because I cannot forget those names. She entirely dedicated her life to pain and palliative. രാജൻ സാർ ഇപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ കുറേ ജനറേഷൻസിനെ കണ്ടു. ഇപ്പോഴും അക്കാഡമിക്കലി വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ മീറ്റിങ്ങുകളിലും ക്ലാസ്സുകളിലും പങ്കെടുക്കുന്നു. അപ്പോൾ ഞാൻ രാജഗോപാലൻ സാറിന് ചോദിച്ചത് മാതിരി ഈ ഹിസ്റ്ററി ആൻഡ് ക്ലിനിക്കൽ എക്സാമിനേഷനെ പറ്റിയിട്ട് ഇന്നത്തെ ജനറേഷനോട് സാറിന് എന്താ പറയാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു എക്സാമിനേഷന് പോണത് ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചിട്ടല്ല. The final exam, exit exam they are attempting is not with the investigations. അത് അവസാനം വരെ ഇരിക്കും. പക്ഷേ the initial assessment is always clinical അല്ലേ? ആ ക്ലിനിക്കൽ കൺസെപ്റ്റ് വരണമെങ്കിൽ ആ ഒരു മെത്തഡോളജിയിൽ തന്നെ പോകണം. ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു ഇൻഫറൻസിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇഫ് ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി കറക്റ്റ്, നമുക്കുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് ആലോചിക്കുക. ഈ കുട്ടികൾക്ക് ഇപ്പോൾ അത് കിട്ടും വിത്തൗട്ട് പ്രോപ്പർലി എക്സാമിനിങ് ദ കേസ്. വിച്ച് ജസ്റ്റ് ടെൽ മീ. നമ്മുടെ പ്രൊഫസർ പലപ്പോഴും പറയാറുണ്ട് വൺ സോളോ ഡസൻ മേക്ക്. ഇപ്പോൾ നമ്മളൊരു ഡയഗ്നോസ് മേക്ക് ഐ റിമെമ്പർ വൺ കേസ്, ഇറ്റ് വാസ് ഇവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ട്, ഇറ്റ് വാസ് എ ഹേർണിയ, എവരിബഡി ക്യാൻ മേക്ക് ഔട്ട്. ബട്ട് my personal diagnosis, it was an interstitial hernia. Professor was totally at disagreement with it. But on exploration, it turned out to be an interstitial hernia. And he said, look here, one solo doesn't make a summer. Don't get swollen-headed. See, that's very correct. One day my diagnosis was correct. In 101 days, his diagnosis is going to be correct. ഞാനൊരു പ്രൊഫസറെ ഡിസ്ബീറ്റ് ചെയ്തൊന്നും പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഓൾ ദ സെയിം വെൻ മൈ ഡയഗ്നോസിസ് കംസ് ഔട്ട് കറക്റ്റ്, ഐ ഗെറ്റ് ഇറ്റ് ഇന്നേറ്റ് സാറ്റിസ്ഫാക്ഷൻ. എപ്പോഴും GK വാര്യർ സാർ ഒരു അഡ്വൈസ് പറയും, അൺകോമൺ പ്രസൻറ്റേഷൻ ഓഫ് കോമൺ ഡിസീസസ് ആർ മോർ കോമൺ ദാൻ കോമൺ പ്രസൻറ്റേഷൻ ഓഫ് അൺകോമൺ ഡിസീസസ്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ബട്ട് ഇറ്റ് ഇസ് ഹോൾസം ട്രൂത്താണത് അല്ലേ? സോ ഓൾവേസ് തിങ്ക് ഓഫ് ദ കോമൺ തിങ്സ് ഫസ്റ്റ്. ഇപ്പോൾ എപ്പോഴും പറയും, വാട്ട് ഈസ് എ കോമണസ്റ്റ് ബേർഡ് ഇൻ കാലിക്കറ്റ്? സ്ക്രോ, നോട്ട് കാനറി അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് എ വൺ ഓഫ് കേസ്. ബട്ട് ദെൻ ഹി മസ്റ്റ് ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഹി മെയ്ഡ് ഇറ്റ് ബേസ്ഡ് ഓൺ സർട്ടൻ ഫൈൻഡിങ്സ്. അതിൽ ക്ലിച്ച് കിട്ടിയിട്ടായിരിക്കും നമ്മൾ പറയണത്. ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, പലരും സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് അവർക്ക് വളരെ താല്പര്യത്തോടു കൂടി ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം സർജറി സ്ട്രെസ്സാണെന്ന് പറയും പലരും. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ 24 മണിക്കൂറും 48 മണിക്കൂറും 72, അതിനേക്കാളും കൂടുതൽ ജോലി ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ രണ്ട് സാറന്മാരും ഉള്ളത്.
അപ്പോൾ എനിക്ക് ഒരിക്കലും അത് സ്ട്രെസ്സായിട്ട് ഞാൻ തോന്നിയിട്ടില്ല, അത് ഞാൻ എൻജോയ് ചെയ്ത് പോയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഒരു കാര്യം കുറച്ച് കഴിയുന്ന സമയത്ത് ഇതിലൊരു സ്ട്രെസ്സും ഇല്ല. നമ്മുടെ സ്ട്രെസ്സ് വരുന്നത് സോ മെനി അതർ ഫാക്ടേഴ്സ്. നമുക്ക് സ്ട്രെസ്ഫുൾ ലൈഫ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ പേഷ്യൻ്റ് ഓർ ദ ഡിസീസ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ് ഓർ ദ മാനേജ്മെൻറ്റ്. അവർ സ്ട്രെസ് കംസ് ഫ്രം സോ മെനി അതർ ഫാക്ടേഴ്സ് which are not congenial to the management of the case. The surgery per se, it's an enjoyable thing. It's an enjoyable thing. If you like a subject, as you rightly said, there is no stress in it. Okay. നമ്മുടെ പറഞ്ഞ മാതിരി ഞങ്ങൾക്കൊന്നും ഒരു ഡ്യൂട്ടി ഓഫ് ഇല്ല, ഒരു വീക്കിലി ഓഫ് ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. 7 days യു വർക്ക് ആൻഡ് ഈച്ച് ഡേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു PG ഹോസ്റ്റലിൽ റൂം ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് അത് വല്ലപ്പോഴും മാത്രമേ ഓർമ്മയുള്ളൂ സത്യമായിട്ടും. ഓക്കെ. അപ്പോൾ വല്ലപ്പോഴും ചിലപ്പോൾ ഒരു ഹോസ്റ്റൽ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി വരിക എന്നല്ലാണ്ട് അതായത് മീൻസ് അവരുടെ PG റൂമും വാർഡുമാണ് ജീവിതമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ വി എൻജോയ്ഡ് ദോസ് തിങ്സ്. വൈ? ബിക്കോസ് വി എൻജോയ്ഡ്, വി ലൈക്ക് ദ സബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു ലൈക്കിംഗ് ഉണ്ടെങ്കിൽ പിന്നെ സാറ് പറഞ്ഞ മാതിരി ചിലപ്പോൾ യു മേ പ്രോബബ്ലി ഗെറ്റ് എ ട്രാൻസ്ഫർ, യു ആർ ലക്കി ദാറ്റ് യു ഡിഡ്ന്റ് ഗെറ്റ് എ ട്രാൻസ്ഫർ. അപ്പം നമ്മൾ അപ്പോഴേക്കും ഒരു ഫാമിലിയായി, കുട്ടികളായി, അപ്പോൾ ചില ഡിസ്ലൊക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് യു പ്രോബബ്ലി കംഫർട്ട് സോണിൽ നിന്ന് മാറുന്ന ഒരു അവസ്ഥ. ഇൻസിഡന്റൽ ഫാക്ടേഴ്സേ ഉള്ളൂ അതൊക്കെ. There are temporary factors, but still if you like your professional interest, discipline, what you have learned, I mean it doesn't, you tide over. മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് ബുദ്ധിമുട്ടുകൾ ടൈഡ് ഓവർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. സാർ എത്ര വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു? ഞാൻ പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് 1.5 years in Alleppey and just over 2 years in Trivandrum. ബാക്കി മുഴുവൻ കാലിക്കറ്റായിരുന്നു. കോഴിക്കോട്. സാറിന് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങളും മോശമായ അനുഭവങ്ങളും ധാരാളം ഉണ്ടാവുന്നറിയാം. ഏതെങ്കിലുമൊക്കെ സാറിന് സംസാരിക്കാൻ താല്പര്യമുള്ളൂ? അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ നല്ല അനുഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദി ഹെൽപ്പ് ദാറ്റ് വി ഗോട്ട് ഫ്രം വേരിയസ് പീപ്പിൾ. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പീഡിയാട്രിക് സർജറി വർക്ക് ചെയ്ത സമയത്താണ്. ബിക്കോസ് when I told you, when I joined, Dr. Thaliyathu was there. That day he went to Trivandrum to attend the KGMCTA meeting. On the way back he had heart attack. Then I am seeing him after 6 months. So ഇവിടെ വന്നിട്ടും he was just a figurehead. He never was made to do any work and other things. So 2 years literally I was managing it by myself. ഒരു വിഷമം ഉണ്ടായിട്ടില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. വീട് കണ്ടിട്ടില്ല എന്ന് പറയും. രാവിലെ ഒരു 5 മണിക്ക് റൗണ്ട്സ് എടുത്തിട്ട് വീട്ടിൽ പോവും, കുളിക്കും, ഡ്രസ്സ് മാറ്റും, തിരിച്ചു വരും. പിറ്റേ ദിവസം രാവിലെ പിന്നെ വീട്ടിൽ പോകുന്നുള്ളൂ. ഐ വാസ് കണ്ടിന്യൂസ്ലി വർക്കിംഗ് ലൈക്ക് ദാറ്റ് ഫോർ 2 years. ഒരു വിഷമം തോന്നി. വീട്ടിലെങ്കിലും പോകാൻ ഭാഗ്യം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഓർമ്മയുണ്ടോ, വാർഡ് 16 സോപ്പും ഒരു ടവലും വെച്ചിട്ടുണ്ട്. അവിടെ ഡ്യൂട്ടി കഴിഞ്ഞ പോയി കുളിച്ചൊക്കെ ജോയിൻ. ദാറ്റ് ഈസ് ദ തിങ് വിത്ത് നമ്മുടെ ഡ്യൂട്ടി ഡേ അങ്ങനെയാണ്. ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കാൻ സമയം കിട്ടില്ല, എമർജൻസി വന്നുകൊണ്ടേയിരിക്കും. എല്ലാം എനിക്ക് ഐ എം ഇൻഡറ്റഡ് ടു വൺ നേഴ്സ്, ഒരു ഗ്ലാഡിസ് എന്ന് പറഞ്ഞിട്ടൊരു നേഴ്സുണ്ട്, തിയേറ്ററിലുണ്ടായിരുന്നു. അവളുടെ അടുത്ത് എപ്പോഴും ഈ ഇതുണ്ടാവും, അനാൾജിക് ടാബ്ലറ്റ്, അതും കഴിച്ചിട്ടാണ് ഈ തലവേദന ഇതുണ്ട്. അത് എന്താ തലവേദന എന്നറിയില്ല, ഒക്കെ ജസ്റ്റ് ഡ്യൂ ടു ദ ഹൈപ്പർ ടെൻഷൻ. മൈ BP വാസ് 230 or 120. ഒക്കെ അതാരും അറിയില്ല. നമ്മളിവിടെ കൊലാപ്സ് ചെയ്യുന്ന സമയത്തേ അറിയുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ BP ലോ ആയിരിക്കും. ഒരു ദിവസം അശോകൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ റൂമൊക്കെ അടച്ചു പൂട്ടി കിടക്കുകയാണ്. ഒരു സൺഡേ ഹോസ്പിറ്റലിൽ ഷേവ് ചെയ്യാൻ പോയപ്പോൾ തൊട്ട് തലവേദന അടങ്ങി, ഛർദ്ദിച്ചു അങ്ങനെ. അപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് BP സോ ഹൈ. അന്ന് മരുന്ന് തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് എന്തുമാത്രം ഡിഫറൻസ് വന്നു അറിയോ? സാർക്ക് മറക്കാൻ പറ്റാത്തൊരു കേസ് അങ്ങനെ പറയുക കുറേ ഉണ്ടാവില്ല. പക്ഷേ അല്ല, ഒരു കേസ് ഓർക്കുന്നത് വെച്ചാൽ, ഞാൻ ആസ് എ സ്റ്റുഡൻറ്റ് ഹൗസ് സർജനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പരമേശ്വരൻ സാറിൻ്റെ കൂടെ ഒരു ഡിസെമിനേറ്റഡ് സ്ക്ലീറോസിസ് ഒരു കേസ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഹാഡ് നല്ല ഡീറ്റെയിൽ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. അയാളുടെ ഫേസ് നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ദിസ് ചാപ്പ് കെയിം ഇയേഴ്സ് ലേറ്റർ വിത്ത് എ ഹേർണിയ.
പ്രൊഫസർ വിജയൻ നായരുടെ പ്രൈവറ്റ് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അഡ്മിറ്റ് ചെയ്ത് ഹി വാസ് ഗോയിങ് ഫോർ സർജറി. അപ്പോൾ അന്നൊക്കെ ഹേർണിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൈനിലല്ലേ കൊടുക്കുക. ഒരു ഇൻ്റർവെൻഷൻ മതി, ഹി വിൽ ഗോയിങ് ഫോർ പാരാപ്ലീജിയ അല്ലേ. അപ്പോൾ ഇയാളുടെ ഫേസ് മനസ്സിലാക്കാൻ ജസ്റ്റ് ആസ്റ്റിംഗ് വെരി ഇൻ വാർഡ് 5 ബീച്ച് ഹോസ്പിറ്റലിൽ പണ്ടുണ്ടായിട്ടുണ്ടോ, ഡോക്ടർ പരമേശ്വരൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ഈ കാലിന് വില ഷെയർഡായിട്ടല്ലേ അവിടെ വന്നിരുന്നത്, അതായിരുന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ദിസ് ഈസ് എ തിങ്, അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വി കനോട്ട് ഇൻ്റർവ്യൂ, സ്പൈനിലൊന്നും കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല, യു ക്യാൻ ഡു ഇറ്റ് വിത്ത് GA മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊട്ട് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം കൺഫ്യൂഷനായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഓപ്പറേറ്റ് ചെയ്തു, അനസ്തീഷ്യ കൊടുത്തു, അന്ന് തൊട്ട് കാലം ഇതായിട്ട് പോയി. So these are things which you think when you think about. നമുക്കൊരു ദൈവം തന്ന് കാണിക്കുന്ന ഒരു അഭിനയം. അയാളുടെ മുഖം നമ്മൾ എങ്ങനെയാണ് ഓർക്കുന്നത് ആഫ്റ്റർ 15 or 20 years കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഫോർച്ചുനേറ്റ്ലി ആ ബാൾനെസ്സും ഇതൊക്കെ അതേമാതിരി തന്നെ നിൽക്കുകൊണ്ട് അങ്ങനെ കണ്ടാൽ മനസ്സിലായി. God is kind to you. At 84, he had gone through various hassles, like spondylosis. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്തത് വളരെ കോമൺ ആയിരുന്നു. ഞാൻ വേണമെങ്കിൽ എക്സ്റേ കാണിച്ചില്ല, അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരാൾ. Plus he had a diverticular disease, operated through all those things. Unfortunately, his own very close friend, we lost him. Rajendra Sarkum diverticular disease ആയിരുന്നു അല്ലേ? അല്ല, ഇയർ മാലിഗ്നൻസി. സാർ, ഇപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ലോകം മുഴുവനുള്ള വ്യാപിച്ചു കിടക്കുന്ന ആൾക്കാരെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. എത്രയോ സർജന്മാരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, എത്രയോ സർജന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. സാറിന് ഇതിൽ ആരെങ്കിലും പ്രത്യേകിച്ച് ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ one person whom I cannot forget. Okay. പിന്നെ അതേമാതിരി നമ്മുടെ ജയരാജ്, നിന്റെ ക്ലാസ് യൂറോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്. ഓക്കെ. വള്ളുവനാട് ജിഗ്രി ദോസ്താണ്. അപ്പോൾ ഇപ്പോഴും കാണാം. അപ്പോൾ ഇവര് ഒരു എക്ടോപിക് പ്രഗ്നൻസി കൊണ്ടുവന്നിട്ട് രാത്രി മെഡിക്കൽ വാർഡിൽ സഹദേവ് സാർ അസ്റ്റ്യൂട്ട് ഫിസിഷ്യൻസ് ആണത്. സാർ look at her abdomen, not very happy about the abdomen. അപ്പോൾ ജയരാജൻ പറഞ്ഞു, രാജൻ നിന്ന് വാടക നോക്കുന്നു. അന്ന് വേറെ ഒന്നുമില്ല, അൾട്രാസൗണ്ടില്ല, നീഡിലിട്ടു, ബ്ലഡ് വന്നു. അങ്ങനെ വേഗം എടുത്തു, എക്ടോപിക്കാ, വേറെ ഒന്നുമില്ല. നമുക്കന്ന് അധികം ചിന്തിക്കാനുള്ള വകുപ്പൊന്നുമില്ല. പറഞ്ഞ എക്ടോപിക് ആയിരിക്കുള്ളൂ. സാർ യുവർ ഓൺ ഡ്യൂട്ടി, ഹി വാസ് ഓൺ ഡ്യൂട്ടി. നമ്മൾ ചെയ്ത് ഐ തിങ്ക് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വൈഫ് ബ്ലഡ് കൊടുക്കാൻ ആൾക്കാരില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോക്കാർ ജാഥയായിട്ട് വന്നു ബ്ലഡ് കൊടുക്കാൻ. ഈ കേസൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ എവിടേക്ക് മാറ്റണമെന്നാണ് സാർ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റിലേക്ക് മാറ്റാം. You remember one case, ഒരു lady who had bleeding per rectum. വിത്ത് നോ ഒരു കാരണമില്ല, ചുമ്മാ ബ്ലീഡിങ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ യു വോണ്ട് ബിലീവ്. ഇതില്ലേ കിഡ്നി മറ്റേ പാനില്ലേ, പഞ്ചായത്ത് ഓഫീസ്, പെരിന്തൽമണ്ണ പഞ്ചായത്ത് ഓഫീസ്. അതല്ല, ഇതൊരു ജവാന്റെ വൈഫ്. അയാൾ 3 പ്രാവശ്യം ബ്ലഡ് കൊടുത്തു. ദിസ് ലേഡി വിൽ ബിക്കം ഓൾ റൈറ്റ്. സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. എന്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലും ദർ ഈസ് നത്തിങ്, എവറിഥിങ് ഈസ് നോർമൽ, ഇൻഡസ്റ്റൈൻസ് നോർമൽ, ആൻജിയോഗ്രാഫി നമ്മൾ കഴിയുന്നത്ര ഇവിടെയുള്ള ചെയ്യാൻ നോക്കുന്നത്. അവസാനം വി സെൻഡർ ടു RCCയിലേക്ക് അയച്ചു, സെലക്റ്റീവ് ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് തൊട്ട് ബ്ലീഡിങ്ങും നിന്നു, പിന്നെ ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ എന്താ നമ്മൾ പറയുക? നമ്മൾ PR ചെയ്യുമ്പോൾ മാസമുണ്ട്. നമ്മളവരുടെ അടുത്ത് പറഞ്ഞ് അബ്ഡോമിനൽ റിസർച്ചൊക്കെ ചെയ്യേണ്ടി വരുന്നൊക്കെ പറഞ്ഞ് എല്ലാമൊക്കെ തയ്യാറാക്കി വെച്ചതാണ്. On table we were so happy. She was so depressed. On the table it was actually a sigmoid intercession. ഇത് മുകളിലേക്ക് വലിച്ചെടുത്തു, sigmoid സെറ്റ് ചെയ്തു. She was so mighty thrilled. I still remember. അതേമാതിരി ഒരുപാട് നല്ല പേഷ്യൻസ്. ഇവിടെ ഒരു സെക്കൻഡ് പോസ്റ്റീരിയർ ഓർക്കുലർ ലിംഫിനോട് എടുത്ത പാടെ ഞാൻ പറഞ്ഞു, സാർ ഇതൊരു ഭയങ്കര സിസ്റ്റിക് ശല്യമാണ്.
വേണുഗോപാൽ നായർ സാർ റിപ്പോർട്ട് ചെയ്തു ഫെബ്രുവരി കാർസിനോമ തൈറോയ്ഡ് മെറ്റാസ്റ്റസിസ് KTC ഒരു ടൈപ്പിസ്റ്റാണ്. സാറിൻ്റെ ആ ഒരു പീരീഡിൽ ഏറ്റവും കൂടുതൽ തൈറോയിഡെക്ടമി ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എല്ലാവരും അറിയപ്പെടുന്ന സാറാണ്. അതിനെപ്പറ്റി സാറിന് എന്തെങ്കിലും? നമ്മൾ കോഴിക്കോട്ടെ കോക്കറിനെ വിളിക്കുക. തൈറോയിഡെക്ടമി എന്ന് വെച്ചാൽ ഇത് തൈറോയിഡോട് ഇൻട്രസ്റ്റ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓർഗൻ വേർ ഈവൻ ഇഫ് ഇറ്റ് ഈസ് അഡ്വാൻസ്ഡ് malignancy you can assure a cure in most of the cases except probably in the anaplastic variety. But see, I had cases with multiple secondaries in both lungs, almost like a snowstorm appearance, papillary carcinoma. With radioactive iodine, the whole thing disappeared and there is nothing wrong with the patient, he is still alive. So that is a tremendous this thing. I would always say that that is a gentleman organ. അല്ലെങ്കിലും നെക്കും ഗ്രോയിനും That is two places where surgery is so and block correct dissection way. എന്നൊക്കെ പറഞ്ഞാൽ it is a dream actually. You should, when you see a good block dissection done, you really start liking surgery. എനിക്ക് തോന്നുന്നു ബ്ലഡ്ലെസ് സർജറി എന്നുള്ളതിൽ പലപ്പോഴും നമുക്ക് സർജറി കാണാനുള്ളൊരു ഭംഗിയും അത് ശരിക്കും പറഞ്ഞ ഒരു സർജൻ ആവാൻ പോകുന്ന ഒരാളെ അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്ത ഒരാളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധനമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. Definitely. ഇപ്പോൾ സാർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് തിയേറ്റർ 2-ലൊക്കെ ഒരു കോട്ടറി സാറിൻ്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള സർവോത്തമൻ സാർ, പുരുഷോത്തമൻ സാർ എന്നും പറയുന്ന ഈ രണ്ടുപേര് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കാൻ കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ തൈറോയിഡക്ടമി സാറിൻ്റെ കാണുമ്പോൾ ടോട്ടലി ബ്ലഡ്ലെസ് ആയിട്ട് കാണുമ്പോൾ ആരും നിന്ന് നോക്കിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് തന്നെയാണ് രാജൻ സാറ്. അത് കഴിഞ്ഞാണ് ഞങ്ങളൊക്കെ ആ രീതിയിൽ അത് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുകയാണ്. See, you must അവിടെയാണ് ഈ അനാറ്റമിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഗെറ്റ് ഇറ്റ് കറക്റ്റ് പ്ലെയിൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വെസൽസ് ഫസ്റ്റ് ആൻഡ് ദെൻ കോയാഗുലേറ്റ് ദം ഓർ ടൈ ദം whatever you want. ഞാൻ എപ്പോഴും പറയുന്നത് നെക്ക് ചതിക്കില്ല, വളരെ കോൺസ്റ്റന്റ് ആണ് അല്ലേ. അനാറ്റമി ഈസ് വെരി കോൺസ്റ്റന്റ്, Very constant. അൺലൈക്ക് ഒരു ബിലിയറി അനാറ്റമി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ചിലപ്പോൾ വിഷമായി. അതുമാതിരി അല്ല. Whatever you do, I think ഇപ്പോൾ even though see, നമ്മൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ you should not be overconfident. I remember one case where Dr. Haridas was my assistant sometime. എന്തെങ്കിലും പറഞ്ഞേ, after all it is only this thing. He has got a tendency to say after all. I think we should have gone off without anything. That is why you should never be overconfident, nor should you have that haughty appeal. Okay. You should always be humble. Respect the patient, respect the disease more than the patient. Okay. And think about the teachers, think about God before you enter the theatre. ടിഷ്യൂസിനെ പറ്റി പറയാം. റെസ്പെക്ടിങ് ദ ടിഷ്യൂസ് എന്ന് പറയുന്നത്. That is one of the Treat the more tissues like a baby. baby. That is one thing. കൊച്ചുവാവെ നമ്മൾ നോക്കില്ല. അതുമാതിരി See, that is something which you learn in pediatric surgery. ഓക്കെ. That's why I said either you should have a training in plastic surgery or pediatric surgery. അഡൽട്ടിനെ മാനേജ് ചെയ്യുന്നതിനേക്കാളും മോർ ജെന്റിലായിട്ട്. പിന്നെ you can't even handle things roughly. ഓക്കെ. ഇൻഫന്റിനൊക്കെ ഇൻഡസ്ട്രിയൽ അച്രീസിയൊക്കെ വന്ന് സർജറി ഇറ്റ് ഈസ് സോ ഡെലിക്കേറ്റ് പ്രൊസീജിയർ. ഒരു വേമിൻ്റെ മാതിരിയേ ഉള്ളൂ ഇൻഡസ്ട്രി. അത് ഫ്യൂച്ചർ ചെയ്ത് നന്നാക്കി എടുക്കാൻ ഇറ്റ്സ് എ റിയലി ഗുഡ് ജോബ്. ഐ വാസ് റിയലി താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ആ 2 വർഷം വലിയ കുഴപ്പമില്ലാതെ ആരെയും വിളിക്കാണ്ട്. അതെ. ആ പഴയ കാലം ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് കുറേ കാര്യങ്ങൾ അഡ്വാൻസ് ചെയ്തു. ഇപ്പം ലൈറ്റ് മണ്ണെണ്ണ വിളക്കിൻ്റെ മാതിരിയുള്ള ലൈറ്റിൽ നിന്ന് ഇപ്പം നമുക്ക് വീട്ടിൽ വന്നാൽ പത്രം വായിക്കണമെങ്കിൽ 2 ലൈറ്റ് ഇടേണ്ട ഒരു അവസ്ഥയായി അവിടെ നിന്ന് ഇത്രയും ലൈറ്റ് കണ്ടിട്ട്. അതുപോലെ തന്നെ എനർജി ഡിവൈസ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് 2nd ടേബിളിലും 3ലും ഒക്കെ ആയിട്ട് ചീഫിൻ്റെ ടേബിളിൽ എനർജി ഡിവൈസ് ഉണ്ടാവും, കോട്ടറി ഉണ്ടാവും. അന്നത്തെ നിയോൺ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഓർമ്മയുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒരു മോണോപോളാർ ഉണ്ടാവും, ബൈപോളാർ ഉണ്ടാവും, ഒരു ഹാർമോണിക് ഡിവൈസ് ഉണ്ടാവും, ഒരു പിന്നെ അത് കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം ഒരു ടേബിളിൽ റെഡി ആയിട്ടിരിക്കും. അപ്പോൾ അന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് എത്രയോ ഭാഗ്യവാന്മാരായിട്ട് കണക്കൂട്ടുകയാണ്. ഒരു കാര്യം കൂടി അതിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ആ ഒരു അഡ്വാൻസ്മെൻറ്റിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഇപ്പം ഓപ്പൺ സർജറിയുടെ ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് ഓപ്പൺ സർജറി ഇപ്പോൾ ലാപ്രോസ്കോപ്പി,
ലാപ്രോസ്കോപ്പി ശരിക്ക് 1977 വിജയൻ നായർ സാറ് ലാപ്രോസ്കോപ്പി എക്യുപ്മെൻറ്റ്സ് മുഴുവൻ കൊണ്ടുവന്നത് ഇപ്പോഴും നമ്മുടെ ലാപ്രോസ്കോപ്പി ടേബിളിൽ അവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്യാമറ അല്ലെങ്കിൽ പുറത്തോട്ട് കാണിക്കാനുള്ളതില്ലെങ്കിലും നേരിട്ട് നോക്കി കാണാവുന്ന തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് തന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം 1977 മുതൽ ലാപ്രോസ്കോപ്പി എക്യുപ്മെൻറ്റ് അവൈലബിൾ ആയിരുന്നു. അത് പലർക്കും ആ ഹിസ്റ്ററി അറിയില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഓപ്പൺ സർജറി കഴിഞ്ഞു, ലാപ്രോസ്കോപ്പിയിലേക്ക് വന്നു. കുറേ ആൾക്കാർ ഹൈബ്രിഡായി, കുറേ പേര് ലാപ്രോസ്കോപ്പിയിൽ മാത്രമായി. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ റോബോട്ടിക് സർജറി വന്നു. അപ്പോൾ ഇത്രയും ഒരു ചേഞ്ചസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനോട് സാറിന് എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ പറയാനുണ്ടോ? Even though they may call themselves laparoscopic surgeons, they should always have an idea about the open surgery as well, because ഇതിൽ വലിയ കോംപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ പോയി ഓപ്പൺ ചെയ്ത് റിപ്പയർ ചെയ്യണം. എസ്പെഷ്യലി ഫോർ എക്സാമ്പിൾ ഒരു ആർട്ടറി നമ്മൾ അബദ്ധത്തിൽ കട്ട് ചെയ്ത്, ഒരു അബറൻ്റ് ആർട്ടറി ഉണ്ട്, അത് കട്ട് ചെയ്ത് പോയി, സ്റ്റാർട്ട്സ് ബ്ലീഡിങ്. അത് ഹച്ചിൻസൺ സ്റ്റിറ്റനി എന്ന് പറഞ്ഞ ഒന്ന്. ഞാനൊരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കുട്ടികൾ ബെയിലവിൻ്റെ ആദ്യത്തെ പേജ് എങ്ങനെ വായിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും 0 മാർക്കായിരുന്നു. അപ്പം അതിലൊന്ന് പറയുന്നുണ്ട്, ദി zest for the new thing and contempt for the old. Putting knowledge before wisdom. മനസ്സിലായില്ലേ? ഈ നോളജ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, വിസ്ഡം ഈസ് സംതിങ് ഡിഫറെൻറ്റ്. വിസ്ഡമാണ് ദറ്റ് മേക്സ് ലൈഫ് റിയലി എൻജോയബിൾ തിങ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ദൈവമേ എന്നെ അങ്ങനത്തെ പാഴ്ചിന്തകളിൽ നിന്ന് രക്ഷിക്കണേന്നാണ് ആ ലിറ്റനി പറയുന്നത്. പിന്നെ പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഹോൾഡ്സ് ഗുഡ്. Even now it holds good, because you cannot completely say decry this open surgery, or you cannot completely dispense with it. There will be a chance for these things. ഇല്ല, ക്യാവിറ്റീസ് ഒക്കെ ഇപ്പോൾ ക്ലോസ് സർജറി, എൻഡോസ്കോപ്പിക് സർജറി ആയി മാറി. ക്യാവിറ്റീസ് ഈവൻ നോൺ ക്യാവിറ്ററി ലീഷൻസ് സർജറി തുടങ്ങിക്കഴിഞ്ഞു. ഇല്ല പറയുന്നില്ല, ബിക്കോസ് വി ഹാവ് ടു മൂവ് വിത്ത് ദ ടൈം. Correct. But you cannot say that is the only solution. We should not. മറ്റതും അറിഞ്ഞിരിക്കണം. That is, at least you should have a working knowledge. Patient comforts, പെയിൻ റിലീഫ്, പല ആസ്പെക്ട് ഉണ്ട്. നമുക്ക് എമർജൻസി നമുക്ക് ഒരിക്കലും കണ്ടംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. We should encourage it, but at the same time you should not say that open surgery should not be done, or there is no place for open surgery in the parayaraitla stage. But I always feel that the engineers are the greatest masters. We have to bow to those engineers who create these objects for you to use it. You are only using the byproducts of their brain. That's what I feel personally feel. അവര് കണ്ടുപിടിച്ചോണ്ടാണ് നമുക്ക് ഇങ്ങനെ ടെക്നിക്കലി നമ്മുടെ ഐഡിയാസ് കൊടുക്കാം. ആക്ച്വലി റോബോട്ടിക് സർജറി ഒക്കെ എന്ത് പ്രിസിഷൻ സർജറി ആണ്. അടുത്ത് കൂടെ പോയ ഉടനെ വാണിംഗ് പീരിയഡ് അത്രയധികം ഡാറ്റ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഇതിൽ എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ ഓർമ്മിക്കുമ്പോൾ 3rd സെമസ്റ്ററിൽ രാജഗോപാലൻ സാറിനെ കണ്ടു. ഞാൻ അന്നൊരു തീരുമാനം എടുത്തു. എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഫസ്റ്റ് ഇയർ ട്രെയിനിങ്ങിൽ രാജൻ സാറിനെ കിട്ടി. അതുകൊണ്ട് ഞാൻ പ്രോപ്പർലി ആ ഒരു മെത്തഡോളജി പഠിച്ചു. ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇരുന്ന ആ കസേരയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ എത്രമാത്രം ഭാഗ്യവാനാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലാണ് തീരുക എനിക്കല്ല. എനിക്കിതുപോലെ സാറിൻ്റെ അടുത്ത് ഇരുന്നിട്ട് സംസാരിക്കാനുള്ളൊരവസ്ഥ എനിക്ക് അന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ അത്രയും ഞാൻ എന്താ പറയുക, സാറിനോടും രാജൻ സാറിനോടും ദൈവത്തിനോടുമൊക്കെ നന്ദി പറയുകയാണ്. സാറിനോട് എനിക്ക് ഒരു ചോദ്യം കൂടി ഉള്ളത്, ഇപ്പോഴത്തെ ജനറേഷൻ, അതായത് യങ് ജനറേഷൻ, ധാരാളം ഗേൾ സ്റ്റുഡൻസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് സർജറിയിൽ. നമ്മുടെ ഇവിടെ തന്നെ സീറ്റ് ഏകദേശം 19 സീറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളോട് ഇത്രയും കാലത്തെ സാറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനും ഇവർക്ക് കൊടുക്കാനുള്ള ഉപദേശം, അല്ലെങ്കിൽ അവർ എങ്ങനെ മുന്നോട്ട് പോകും? ന്യൂ ജനറേഷൻ സ്റ്റുഡൻസ് they should be abreast with whatever development that is happening in the science. That is true. But they should have an idea about how the surgery evolved to this extent. So the previous old സംഗതികളൊന്നും നമ്മൾ കംപ്ലീറ്റ് തഴഞ്ഞു കളയാൻ പറ്റില്ല. You should know those things. That is സംശയമില്ലാത്ത കാര്യം. You can see far because you are sitting on the shoulders of strong people. Because you are seeing far. That person has not seen far. Okay. But you can see far. ആ ഒരു
കൺസെപ്റ്റ് അത് ദിസ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. ഉം. ഈ കൺസെപ്റ്റൊക്കെ ചേഞ്ച് ചെയ്യും. ഉം. ഹാരോൾഡ് ഡഗ്ലസിന്റെ നല്ലൊരു ടെർമിനോളജി ഉണ്ട്. ടുഡേസ് ഡോഗ്മ ഇസ് ടുമോറോസ് നോൺസെൻസ്. ഞാൻ Nonsense. പലപ്പോഴും Very quote true. ചെയ്യാറുള്ളതാണ്. വെരി ട്രൂ, വെരി വെരി കറക്റ്റ്. മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ നമ്മൾ ഡോഗ്മാറ്റിക് ആയിട്ട് പറയണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് ചെയ്യുന്നത് വന്നിട്ട് വിത്തിൻ 10 days ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിൽ ബി ത്രോൺ ഇൻ ടു അറ്റ്ലാന്റിക്. സംതിങ് ന്യൂ വിൽ കം. Yeah. That's what we say. Change is the in thing of the day. That is the future. But Change the future ആണ്. ഒരു സാധനം നമ്മൾ പഠിച്ചു വെച്ചിട്ട് അതാണ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ആൻഡ് ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ദാറ്റ് ഈസ് ടു ബി ഫോളോഡ്. അത് നമ്മൾ ഒരിക്കലും ആ ഡോഗ്മ പാടില്ല. ഉം. Actually, we should follow what all things, how the things have developed to this particular stage. പക്ഷെ നോളജ് വേണം. You should have knowledge. Correct. You should have knowledge. Thorough knowledge. See, ഇപ്പോൾ ഒരു ലാപ്രോസ്കോപ്പിക് സർജൻ ഉണ്ട്, അത് പറഞ്ഞു ദിസ് തിങ് വിഷൻ ഈസ് സോ ഗുഡ്, ഇറ്റ് ഈസ് 10 times more than this thing എന്നൊക്കെ പറഞ്ഞു. Can you forget about anatomy? ഇല്ല, anatomy forms the base. അതാണ്, that is the main thing. So you cannot dispense with the basic things. അതിലൊരു ആസ്പെക്റ്റാണ് നമ്മുടെ ഈ ഓപ്പൺ സർജറിയുടെ കംപ്ലീറ്റ് തടയാനൊന്നും പറ്റും തോന്നുന്നില്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഒരു നല്ല സൗണ്ട് അനാറ്റമിക്കൽ നോളജ്, ബേസിക് പ്രിൻസിപ്പിൾസ്, കോമൺ സെൻസ്, പ്രസൻസ് ഓഫ് മൈൻഡ്, ഇതാണ് ഇതൊക്കെ ഒരു സർജൻ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എനിക്ക് And തോന്നുന്നു more than anything else, compassion. നമ്മൾ എപ്പോഴും പറയുന്ന 3 big circles. Commitment, common sense, compassion. Compassion is That makes a complete surgeon. see, I am sorry to say one thing. ഇപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയുന്നതല്ല, നമ്മുടെയൊക്കെ കാലത്ത് ഒരിക്കലും ഒരു ഡോക്ടറുടെ റിലേഷൻസോ വന്നിട്ടുണ്ടെങ്കിൽ വി യൂസ് ടു ട്രീറ്റ് ഇറ്റ് ആസ് അവർ ഓൺ റിലേഷൻ. ഇപ്പോൾ ഹിപ്പോക്രാറ്റിക് റൂൾ കംപ്ലീറ്റ് നമ്മൾ ഫോളോ ചെയ്യും. ബട്ട് നൗ ഐ സീ എ ട്രമെൻഡസ് ഡിറ്റീറിയേഷൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ തിങ്. അത് മറ്റു കാര്യം ദ റൺ ഫോർ മണി that is a thing. ഇമ്പോർട്ടന്റ് ദാൻ See, എനിത്തിങ് എന്നുള്ള ഒരു ലിവിങ് ആറ്റിറ്റ്യൂഡ് വന്നു പോയി. അപ്പോൾ That is, പീപ്പിൾ ആർ ആഫ്റ്റർ ദാറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ PG കഴിഞ്ഞപ്പോൾ ഞാൻ രാജഗോപാൽ സാറിൻ്റെയും രാജൻ സാറിൻ്റെയും ബ്ലെസ്സിങ്സിനായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാജഗോപാൽ സാറും രാജൻ സാറും രണ്ടുപേരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഡു നോട്ട് ഗോ ആഫ്റ്റർ മണി, മണി വിൽ കം ടു യു. നമുക്ക് ജീവിക്കാനുള്ളത് എങ്ങനെയെങ്കിലും വന്നു വരും. നമ്മൾ പട്ടിണി കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ബട്ട് അത് വിചാരിച്ചിട്ട് ഈ വാരി പിടിച്ച് ഉണ്ടാക്കാൻ നോക്കരുത്, ഒരു കാലത്ത് ഇത് ചെയ്യരുത്. ദാറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ ലൈഫ്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് യു ഹാവ് ടു ലേൺ, എസ്പെഷ്യലി ദി യങ്ങർ ജനറേഷൻ. ഡു ഗുഡ് തിങ്സ്, എൻജോയ് ദ തിങ്സ് ദാറ്റ് യു ഹാവ് ഡൺ. ആണ് ഏറ്റവും പ്രധാനം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സാറിൻ്റെ 84ാമത്തെ ബർത്ത്ഡേയോടനുബന്ധിച്ച് നമുക്ക് ഇത്രയും നേരം സംസാരിക്കാൻ സമയം സാറ് അനുവദിച്ചു തന്നു. നമുക്ക് വളരെ സന്തോഷമായിട്ട് ചെയ്യാൻ സാധിച്ചു. സാറിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. രാജൻ സാർ, താങ്ക് യു വെരി മച്ച് മക്കളെ. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ ഒരു സെഞ്ചുറി അടിക്കാം, ഒരു 16 റൺസേ കുറവ്. അയ്യോ, I don't know. See, I wouldn't have mind. I know, as long as your health is good, as long as your upper story is good, Upper I story. think living any number of years is good enough. But the moment it starts deteriorating, Achana sir eppozhum parayum, the day you cannot appreciate what is happening, cognizance പോയി, you cannot understand your loved ones. അങ്ങനെ ഒരു ജീവിതം വേണ്ട, ആവശ്യമില്ല എന്നുള്ളതാണ്. M.R. രാജഗോപാൽ സാർ അത് തന്നെയാണ് പറഞ്ഞത്. Don't overdo things at the end of your life. The end of your life should be a comfortable one, and you should be with your loved ones rather than among tubes and monitors. അത്രമാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ദൈവം അനുഗ്രഹിക്കട്ടെ. I'm happy that you have done wonders. You have trained so many people. You have done wonders. And ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും കാലോട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ HOD അവിടെ ഞാൻ കാലോട്ട് വന്നിച്ചിട്ടാണ് ഞാൻ പോയത്. വർമാജിയുടെയും അതല്ല, എനിക്ക് ആകെ ഉള്ളത് വെച്ചാൽ നമ്മുടെ സമ്പത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ശിഷ്യന്മാരാണ്. യാതൊരു സംശയവുമില്ല. അത് ഒരുപാട് നല്ല കുട്ടികളുണ്ട്, അത് ഒരുപാട് പേര് സ്നേഹിക്കുന്നവരുണ്ട്, മക്കളേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരുണ്ട്. They span from California to the
ന്യൂസിലാൻഡിലത്തെ റിമോട്ട് കോർണർ വരെ നമ്മുടെ പിള്ളേരുണ്ട്. വെരി ട്രൂ. ഇപ്പോൾ എൻ്റെ അതൊരു മക്കള് വലിയൊരു ജീവിച്ചു പോകുന്നത് മുഴുവൻ അവർക്ക് അവിടെ ഈ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെന്ന് നോക്കി അവർ എന്ത് പണി ചെയ്യും. എവിടെ പോയാലും കാണും, റെയിൽവേ സ്റ്റേഷനിൽ പോയാലും കാണും, തന്നെ എവിടെയെങ്കിലും കാണും, ട്രെയിനിൽ പോയാൽ കാണും. താങ്ക് യു സർ. ഓക്കെ, റൈറ്റ്.